أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين. ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. വിശ്വാസികളെ, നിങ്ങൾ സഹനത്തിലൂടെയും നമസ്കാരത്തിലൂടെയും സഹായം തേടുവിൻ. ക്ഷമിക്കുന്നവരോടൊപ്പം അള്ളാഹു ഉണ്ട്. ദൈവിക മാർഗത്തിൽ വധിക്കപ്പെടുന്നവരെ മരിച്ചവർ എന്ന് പറയാതിരിക്കുക. അല്ല, അവർ ജീവിച്ചിരിക്കുന്നവർ തന്നെയാകുന്നു, പക്ഷേ അവരുടെ ജീവിതം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ലെന്ന് മാത്രം. ഭയാശങ്കകൾ, ക്ഷാമം, ജീവനാശം, ധനനഷ്ടം, വിളനാശം എന്നിവയിലൂടെ നാം നിങ്ങളെ തീർച്ചയായും പരീക്ഷിക്കുന്നതാണ്. ഈ സന്ദർഭങ്ങളിൽ ക്ഷമയവലംബിക്കുകയും ഏതാപത്ത് ബാധിക്കുമ്പോഴും ഞങ്ങൾ അല്ലാഹുവിൻ്റെതാണല്ലോ, അവനിലേക്കല്ലോ ഞങ്ങൾ മടങ്ങേണ്ടതും എന്ന് പറയുകയും ചെയ്യുന്നവരെ സുവാർത്ത അറിയിച്ചു കൊള്ളുക. അവർക്ക് തങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് വലുതായ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. അവന്റെ കാരുണ്യം അവർക്ക് തണലേകുകയും ചെയ്യും. ഇത്തരം ആളുകൾ തന്നെയാകുന്നു സന്മാർഗം പ്രാപിച്ചവർ. ബഖറയിലെ 153 മുതൽ 157 വരെയുള്ള ആയത്തുകൾ ഇതിന്റെ അർത്ഥാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കരുണാവാരിധിയായ റബ്ബ് നമ്മുടെ ഈ കൂടിയിരുത്തം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പരലോകത്ത് കർമ്മങ്ങൾ തൂക്കപ്പെടുമ്പോൾ നന്മയുടെ തട്ടിൽ കനം തൂങ്ങുന്ന വലിയ ഒരു സാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ലഭിക്കുന്ന വിജ്ഞാനങ്ങൾ ജീവിതത്തിൽ പകർത്തി പരലോക വിജയം കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ 154 വരെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ 54-ാമത്തെ ആയത്തിന് വിശദീകരണം പറയാൻ കഴിയാത്ത കൊണ്ടാണ് വീണ്ടും സെയിം ആയത്തുകൾ തന്നെ ഓതിയത്. ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു. നേതൃത്വ പദവി അള്ളാഹു കിബില മാറ്റത്തോടുകൂടി മുസ്ലിം സമൂഹത്തിനെ ഏൽപ്പിച്ചത് മുതൽ ഇനി മുസ്ലിങ്ങളെയൊക്കെ യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ടാണ് ഇനി കാര്യങ്ങൾ പറയുന്നത്. ഇനി നിങ്ങൾക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടാനുണ്ടാകും. അപ്പൊ എങ്ങനെയാണ് നിലകൊള്ളേണ്ടത് എന്നാണ് റബ്ബ് ഉപദേശിക്കുകയാണ് ഈ വിശ്വാസികളെ. അപ്പൊ അള്ളാഹു പറയുന്നു, നിങ്ങൾ സഹനത്തിലൂടെയും യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു, നിങ്ങൾ സഹായം തേടുക, ബിസ്സബ്ർ, സബർ കൊണ്ടും, സലാത്ത്, നമസ്കാരം കൊണ്ടും. അള്ളാഹു ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു മഅസ്സബരീൻ, ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് എന്ന് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു എന്താണ് ക്ഷമിക്കുന്നവർ. അതായത് നമുക്ക് ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നെടുവീർപ്പുകളും യാതനകളും അനുഭവിക്കുമ്പോൾ ക്ഷമ പാലിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അത്തരക്കാരുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതിൽ 2 തരം കൂട്ടരെ പറഞ്ഞു. നമ്മള് ഈ ദീനിനു വേണ്ടിയും സ്വന്തം ഇഹലോക ജീവിതത്തിലെ തന്റെ കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടിയും ജീവിതത്തെ 2 അറ്റം കൂട്ടിമുട്ടുന്നതിന് വേണ്ടി ഈ ലോകത്ത് അള്ളാഹ് നൽകിയ ആയുസ്
നല്ല നിലയിൽ ജീവിക്കാൻ വേണ്ടി തന്നെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ദീനിയായ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനും അത്തരത്തിൽ കുടുംബത്തെ വളർത്താനും ഒക്കെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകൾക്ക് ഏത് പ്രയാസമാകുമ്പോഴും അള്ളാഹ് നമ്മുടെ കൂടെ ഉണ്ടാകും. ക്ഷമിക്കുക, സഹിക്കുക, നമസ്കാരം കൊണ്ടും സഹായം തേടിക്കൊണ്ടൊക്കെ ക്ഷമ പാലിക്കുക. അപ്പൊ അങ്ങനെയുള്ള ക്ഷമിക്കുന്നവരുടെ കൂടെ അള്ളാഹ് ഉണ്ടാകും. എന്നാൽ തന്റെ ദേഹേച്ഛക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. പരലോക ലക്ഷ്യമോ പരലോക ജീവിതത്തിന്റെ ഒരു ചിന്തയോ ഒന്നുമില്ലാതെ ദീനീപരമായ കാര്യങ്ങൾക്ക് യാതൊരു മുൻഗണനയും ഇല്ലാതെ ഭൗതിക ആസക്തിക്ക് വേണ്ടി ജീവിക്കുന്ന തന്റെ ദേഹേച്ഛകൾക്ക് അടിമപ്പെട്ട് അതിനെ പെടുത്താൻ വേണ്ടിയിട്ട് കുറെ ഓടി നടക്കുന്ന ആളുകളുണ്ട്. അവരും ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിക്കുന്നുണ്ട് അവരുടെ യാത്രയിൽ. പക്ഷേ അത് അള്ളാഹിനെ തൃപ്തിപ്പെടാനുള്ള ഒരു യാതനകളല്ല. അതുകൊണ്ട് തന്നെ അത്തരം ക്ഷമിക്കുന്നവരുടെ അപ്പൊ അതിലുണ്ടാകുന്ന അവർക്ക് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ അവർ സഹിക്കുന്നു എന്ന ആ സഹനത്തിന്റെ കൂടെ അല്ല റബ്ബിന്റെ മാസോബരീൻ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഞാൻ ആദ്യം പറഞ്ഞ അക്കൂട്ടരുടെ കൂടെയാണ് ഇന്നല്ലാഹ മാസോബരീൻ എന്ന് പറയുന്നത് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇനി നമ്മൾ പിന്നെ പറഞ്ഞത് വലാത്തഖൂലും ഷഹീദായ ആളുകളെ കുറിച്ച്. വലാത്തഖൂലും നിങ്ങൾ പറയരുത് ലിമൻ യുഖ്തൽ കൊല്ലപ്പെട്ടവരെ കുറിച്ച്. ആരാണോ കൊല്ലപ്പെട്ടത് ഫീ സബീലില്ല അള്ളാന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവർ, അവരെ കുറിച്ച് നിങ്ങൾ എന്ത് പറയരുത്? അംവാത്താണെന്ന് പറയരുത്, മരിച്ചവരാണെന്ന് നിങ്ങൾ പറയരുത്. മറിച്ച് അവരെ കുറിച്ച് അവരെന്താണ്? അഹ്യ ആണ്, ജീവിച്ചിരിക്കുന്നവരാണ്. അവർ ജീവിച്ചിരിക്കുന്നവരാണ്. എന്നാൽ അവർ വലാക്കിൻ പക്ഷെ എന്താണ്? ലാ തശുറു നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ല അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്നുള്ളത്. നിങ്ങൾ കാണുമ്പോൾ അവർ മരിച്ച പോലെയാണ് ഉള്ളത്, പക്ഷെ ശരിക്കും അവർ ജീവിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു വിശദീകരണമാണ് അതിന് പറയാനുള്ളത്. എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അതായത് ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഷഹീദുകളായി, ഇപ്പൊ നമുക്കറിയാം ഗസയിലൊക്കെ ആളുകൾ ഷഹീദുകളായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇപ്പൊ യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും പല ആളുകളും ഇങ്ങനെ അള്ളാന്റെ മാർഗത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കെ ഇങ്ങനെ അള്ളാഹുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ദിനങ്ങളാണ് ഇപ്പൊ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ അവരുടെ മരണത്തിൽ വിഷമിക്കുകയല്ല വേണ്ടത്, അവർ ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതായത് ഇത് പറയുന്നത് സന്മാർഗത്തിൽ നിശ്ചയദാർഢ്യത്തോടെ അടിയുറച്ചു നിൽക്കുന്നതിന് സഹായിക്കുന്ന രണ്ടാമത്തെ സംഗതിയാണിത്. അതായത് ഒരാള് അള്ളാന്റെ മാർഗത്തില് ജീവൻ ത്യജിക്കുന്നതിനെയാണ് നമ്മൾ ഷഹീദാവുക എന്ന് പറയുക, അല്ലെ? അള്ളാന്റെ വിശ്വാസം അത്രയും ദൃഢമാവുകയും തന്റെ ഏറ്റവും വിലപ്പെട്ട, അതായത് മരണത്തെയാണ് എല്ലാവരും പേടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ ആ ജീവൻ പോലും അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് അവർ ത്യജിക്കാൻ തയ്യാറാവുന്ന അത്രക്കും ഹയസ്റ്റ് പൊസിഷനിലുള്ളവർക്ക് അതിന് സാധിക്കുള്ളൂ. അപ്പൊ ഇവിടെ ഈ നിശ്ചയദാർഢ്യത്തിൽ, സന്മാർഗത്തിലെ നിശ്ചയദാർഢ്യത്തിൽ അടിയുറച്ചു നിൽക്കാൻ സഹായിക്കുന്ന ഒരായത്താണിത്. മനസ്സിലായില്ലേ? ആദ്യത്തെ ആയത്ത് ഇന്നല്ലാഹ മാസ്വാബരി എന്ന് പറഞ്ഞ ഒന്ന്. രണ്ടാമത്തെ ആയത്ത് ഇങ്ങനെ അള്ളാന്റെ മാർഗത്തിൽ മരിക്കുന്നവർ മരിച്ചവരെന്ന് പറയണ്ട, അവര് ജീവിതത്തിൽ നിന്ന് വേറെ ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് പോവാണ് എന്നുള്ള രണ്ടാമത്തെ ആയത്താണ് നമുക്ക് ഈ അള്ളാന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാൻ, ഈ വിശ്വാസികൾക്ക്, അതായത് ഇനി പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങൾ ഈ മാർഗത്തിൽ ജീവൻ പോയാലും നിങ്ങൾ അടിയുറച്ചു നിൽക്കണം എന്ന് പറയാനുള്ള അതിന് അതായത് പ്രചോദനം നൽകാനുള്ള മറ്റൊരു ആയത്താണിത്. അതായത് ജീവിതത്തെയും മരണത്തെയും സംബന്ധിച്ച ശരിയായ ഒരു വിഭാവന ഇതാണ്. ദൈവത്തിലും പരലോകത്തിലും വിശ്വാസമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ജീവിതത്തിന്റെ അന്ത്യം മരണത്തോടുകൂടി, അതായത് മനുഷ്യ ജീവിതത്തിന്റെ മരണത്തോടുകൂടി അവസാനിക്കുകയാണ്. അവർക്ക് ജീവിതം എന്നാൽ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു ഘട്ടം മാത്രമാണ്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ജീവിതം യഥാർത്ഥ ജീവിതത്തിന്റെ പ്രഥമ ഘട്ടം മാത്രമാകുന്നു. അനന്തമായ ജീവിതം വിജയകരമാകണമോ പരാജയപ്പെടണോ എന്ന് തീരുമാനിക്കാനുള്ള കാലമാണ് ഈ ലോകം എന്ന് പറയുന്നത്. ഭൗതികമായ മരണത്തോടെ ഈ അവസരം അവസാനിക്കുന്നു. തുടർന്ന് ആ പരീക്ഷയുടെ ഫലം അനുഭവിക്കാനുള്ള അനന്തമായ ജീവിതം ആരംഭിക്കുന്നു. മനുഷ്യൻ ശൂന്യതയിൽ ലയിക്കുക എന്ന അർത്ഥത്തിലുള്ള മരണം ഇസ്ലാമിക സങ്കല്പത്തിൽ ഇല്ല. ഭൗതിക ലോകത്ത് നിന്ന് അഭൗതിക ലോകത്തേക്കുള്ള മനുഷ്യന്റെ പ്രയാണത്തെയാണ് ഇസ്ലാം മരണം എന്ന് പറയുന്നത്. അതായത് ശരിക്ക് ഒരു സത്യവിശ്വാസിയും ഒരു അവിശ്വാസിയും തമ്മിലുള്ള ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിലെ വ്യത്യാസമാണ് ഞാൻ ഇപ്പോൾ വായിച്ചത്.
അതായത് ഒരു അവിശ്വാസിക്ക് മരണം എന്ന് പറയുന്നത് വെറും ഒരു 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 രണ്ട് ജീവിതത്തിനും മരണത്തിനും, അതായത് ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു കാലഘട്ടം. നമ്മൾ സാധാരണ പറയാറുണ്ട് ജീവിതം പല വീഡിയോകളായിട്ടും റീൽസ് ആയിട്ടും വരാറുണ്ട്. എന്ത് ജീവിതം ഒന്നേയുള്ളൂ, പരമാവധി എൻജോയ് ചെയ്യുക, നിങ്ങൾക്ക് എത്രമാത്രം സ്വന്തത്തിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അത്രയും നിങ്ങൾ മരിക്കുന്നതിന് മുന്നേ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് സ്ത്രീകളെ തങ്ങളുടെ അള്ളാഹു ഏൽപ്പിച്ച തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ച് പുറത്തു വന്നുകൊണ്ട് സ്വതന്ത്രമായ ഒരു ജീവിതം ഇതാണ് എന്ന് പറഞ്ഞ് വ്യാമോഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് റീൽസുകളും ഇതൊക്കെ കാണാം അല്ലെ, വീഡിയോകളൊക്കെ കാണാം. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ ഒരു ഇസ്ലാമില് ഒരു ജീവിതം എന്ന് പറയുന്നത്, ഈ ഒരു ജീവിതത്തെ നമ്മൾ ശരിക്കും കാണേണ്ടത് അടുത്ത ജീവിതത്തിലേക്കുള്ള ഒരു ഒരു പിന്നെ എന്താ പറയാ പാതയം ഒരുക്കാനുള്ള ഒരു വളരെ തുച്ഛമായ ഒരു കാലഘട്ടം മാത്രമാണ്. വളരെ തുച്ഛമായ ഒരു 50 വർഷമാണ് ഒരാൾക്ക് ആയുസ്സെങ്കിൽ 50,000-ഓളം വർഷം നീണ്ടു നിൽക്കുന്ന പരലോക ജീവിതത്തിലേക്കുള്ള ഈ ഇഹലോക ജീവിതത്തെ തുച്ഛമായ 50 വർഷത്തെ ഒരു സത്യവിശ്വാസി കാണുന്നത് കളിച്ച് രസിക്കാനുള്ള ഇടമായിട്ടല്ല കാണുന്നത്. അങ്ങനെയല്ല കാണേണ്ടത്. അങ്ങനെ ഒരു ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തെറ്റായ ധാരണ. അത് അമുസ്ലിങ്ങളായ ആളുകൾ അല്ലെങ്കിൽ യുക്തിവാദികളായ ആളുകൾ, പരലോക ജീവിതം ഇല്ല എന്ന് പറയുന്ന ആളുകളിൽ നിന്ന് വരുന്ന വീഡിയോ ആണ്. അതുപോലും തിരിച്ചറിയാനുള്ള ബുദ്ധി പല സത്യവിശ്വാസികൾക്കും ഉണ്ടാവാറില്ല. അത് ശരിയാണല്ലോ എന്ന് ചിന്തിക്കുന്നവരാണ് അധികം ഉണ്ടാവുക. പക്ഷെ നമ്മൾക്ക് അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തം, അതൊരു ഭാര്യയാണെങ്കിൽ, ഉമ്മയാണെങ്കിൽ, മകളാണെങ്കിൽ, മരുമകളാണെങ്കിൽ, അമ്മായി ആണെങ്കിൽ, അങ്ങനെ പല റോളുകൾ അന്ന് ഏൽപ്പിച്ചു. അപ്പൊ അതൊക്കെ അയൽവാസി, അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഒരു വ്യക്തിക്കുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളൊക്കെ ഭംഗിയോടുകൂടി നിർവഹിച്ചുകൊണ്ട് അതിൽ സംതൃപ്തി കണ്ടെത്തുക എന്നുള്ളതാണ് ജീവിതത്തിലെ സംതൃപ്തി എന്ന് പറയുന്നത്. മനസ്സിലായില്ല? അള്ളാഹിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആ ജീവിതത്തില് താൻ ഒരു സംതൃപ്തി കണ്ടെത്തുമ്പോഴാണ് ശരിക്കും പരലോകത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് സംതൃപ്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാവുക. അല്ലാതെ ഇതിൽ നിന്നെല്ലാം ഓടി ഒളിച്ചുകൊണ്ട് എന്തൊക്കെയോ മറ്റുള്ളവർ കാണിക്കുന്ന പോലെ കാണിച്ചാൽ ഒരു സന്തോഷം കിട്ടുന്നുള്ള, അത് വെറും നൈമിഷികമായ സന്തോഷം മാത്രമായിരിക്കും എന്നുള്ള ഒരു സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ അള്ളാഹ് പറയുന്നത്, ഇങ്ങനെ ജീവൻ പോലും ഈ മാർഗത്തിൽ ഉറച്ച് കൊടുക്കുന്ന ആളുകൾക്കുള്ള ഒരു സന്തോഷ വാർത്ത. ഒരു മരണം എന്ന് പറയുന്നത് വെറും ഒരു അവസാനിച്ചു പോവലല്ല, ഒരു ഭൗതിക ലോകത്ത് നിന്ന് അഭൗതിക ലോകത്തേക്കുള്ള ഒരു പ്രയാണം മാത്രമാണ് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ മരണം എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു നല്ല ആളുകളുടെയും ചീത്ത ആളുകളുടെയും വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും എല്ലാ മരണം ഈ പ്രയാണം തന്നെയാണ്. അതൊരു വ്യത്യാസവും ഇല്ല അല്ലെ. ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്ന ആ ഒരു സംഗതിയാണ് നമ്മൾ മരണം എന്ന് പേരിട്ട് വിളിക്കുന്നത്. മരണാനന്തരം നല്ല ആളുകൾ സ്വർഗത്തിലും ചീത്ത ആളുകൾ നരകീയ ജീവിതത്തിലേക്കുമാണ് പോകുന്നത്. എന്നാൽ നരകീയ ജീവിതം മരണത്തെക്കാൾ ഭയാനകവും ശോചനീയവുമാണ്. അതുകൊണ്ടാണ് ഇവിടെ ദൈവിക മാർഗത്തിൽ അഥവാ ധർമ്മമാർഗത്തിൽ കൊല്ലപ്പെടുന്നവരെ പ്രത്യേകം എടുത്ത് ജീവിച്ചിരിക്കുക എന്ന അനുഗ്രഹം അവരിലേക്ക് മാത്രം ചേർത്ത് പറഞ്ഞത്. അതായത് അവർ പരലോകത്ത് അനുഗ്രഹീതവും ആനന്ദകരവുമായ ജീവിതം തുടരുകയാണ്. അവിശ്വാസികളെയും അധർമ്മികളെയും പോലെ മരണത്തെക്കാൾ ഭയാനകവും ദാരുണമായ ജീവിതമല്ല അവർക്കവിടെ ലഭിക്കുന്നത്. അതായത് നമ്മളിവിടെ പ്രത്യേകം ഈ ഷഹീദുകളായ ആളുകളെ, ജീവൻ അല്ലാഹ്ക്ക് കൊടുക്കുന്ന ആളുകളെ പറയാണ്, അവര് ജീവിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ മരിച്ചു പോയിട്ട് വേറൊരു മൃതർ ശരീരമായിട്ട് മാറി അങ്ങ് അവിടെ പോയി ഇല്ലാതാവുകയല്ല ചെയ്യുന്നത്. മറിച്ച് ഒരു ജീവിതത്തിൽ നിന്ന് ആ ജീവിതം തുടരുകയാണ് ചെയ്യുന്നത്. അവർക്ക് പ്രത്യേക ഒരു പദവിയാണ് അള്ളാഹ് കൊടുക്കുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സ്വന്തം മനസ്സിനോട് അതിന്റെ ഇച്ഛകളോടും അഭിനിവേശത്തോടും സമരം ചെയ്യേണ്ടി വരും. ഈ സമരത്തിന് ക്ഷമയും സഹനവും നിശ്ചയദാർഢ്യവും ആകുന്ന ആയുധങ്ങൾ കൂടിയേ തീരും. ചിലപ്പോൾ അധർമ്മത്തിന്റെയും അവിശ്വാസത്തിന്റെയും തേരാളികളായി യുദ്ധം ചെയ്യേണ്ടതായും വരും. അവിടെ നിങ്ങൾക്ക് ജീവിതത്തെ സംബന്ധിച്ച ശരിയായ കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണം. മരണം സംഭവിക്കുന്നതോടെ മനുഷ്യജീവിതം പൂർണ്ണമായി അവസാനിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നവർക്ക് ഫലപ്രദമായ ധർമ്മസമരം നയിക്കാനാവില്ല. ധർമ്മത്തിന്റെ ഫലം മരണാനന്തരമാണെന്ന് അനുഭവിക്കുക. മരണാനന്തരം ഒരു ജീവിതം ഇല്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് എന്തടിസ്ഥാനത്തിലാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാൻ സമരം ചെയ്യാൻ കഴിയും? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, നിങ്ങൾക്കറിയാം അപ്പൊ ഫലസ്തീനികളും ഇസ്രായേലിലും ഒരുപാട് 2 വർഷത്തോളമായി യുദ്ധം തുടങ്ങിയിട്ട്. പക്ഷേ ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള വലിയൊരു അന്തരം എന്താന്ന് വെച്ചാല്, അവര് ഇസ്രായേലിലെ യഹൂദരായ ആളുകൾ ജീവിതത്തെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ്, മരണത്തെ പേടിക്കുകയും ചെയ്യുന്നവരാണ്. ജീവിതത്തെ അവര് ഖുർആനിൽ ബഖറയിൽ തന്നെ പറയുന്ന, സൂറത്തുൽ ബഖറയിലാന്ന് തോന്നുന്നു,
അവർക്ക് യഹൂദരെ നിനക്ക് എന്തായിട്ട് കാണാം? ജീവിതത്തോട് ആർത്തിയുള്ളവരായിട്ട് നിനക്ക് കാണാം. ഇഹലോക ജീവിതത്തോട്, ഹയാത്ത് ദുനിയനോട് വളരെ ആർത്തിയുള്ളവരായി നിനക്ക് അവരെ കാണാം എന്നാ പറയുന്നത്. അതായത് അവർക്ക് മരിക്കാന്ന് വെച്ചാൽ ചിന്തിക്കാനും പോലും കഴിയില്ല. അപ്പൊ അത്തരത്തിലുള്ളവരോട് അവര് യുദ്ധം ചെയ്യുന്ന, അവര് ഓടി ഒളിക്കുകയാണ് ചെയ്യുന്നത്. യുദ്ധം ഉണ്ടാകുന്ന അവസ്ഥയിലൊക്കെ അവർ ജീവനും കൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടുകയാണ്. പല ആളുകൾ അവിടുന്ന് പുറത്തു പോവാണ്. അങ്ങനെ അപ്പൊ നിങ്ങൾക്ക് ഇപ്പത്തെ സംഭവവികാസങ്ങളൊക്കെ അറിഞ്ഞ് ശരിക്കും മനസ്സിലാവും അത്. ഗസ അല്ല അവരുടെ ഒരു നിലപാട് എന്താന്നുള്ളത്. അപ്പൊ അവര് ഓടി ഒളിക്കുകയാണ്. അവർക്ക് മരണശേഷം ഒരു പേടിയാണ്. നേരെ മറിച്ച് സത്യവിശ്വാസികളായ ആളുകൾ ഇതിനെ കാണുന്നത് വെറും ഒരു മരണമായിട്ടല്ല, അവർ അള്ളാഹുലേക്ക് ഇങ്ങനെ പോകാനുള്ള ഒരു ചാൻസ് ആയിട്ടാണ്, ഷഹീദാവാനുള്ള ചാൻസ് ആയിട്ടാണ് അവരതിനെ കാണുന്നത്. അപ്പൊ ഇവിടെ സത്യമാർഗത്തിൽ കൊല്ലപ്പെടുന്നവരുടെ സ്ഥിതി അങ്ങനെയല്ല. അവർ മരണപ്പെടുന്നവരുടെ ഈ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ ക്ലേശങ്ങളിൽ നിന്നും മുക്തരാവുകയാണ്. അതായത് ഇപ്പൊ ഗസയൊക്കെ ആലോചിക്കുകയാണെങ്കിൽ ശരിക്കും മരിക്കുന്നതോടുകൂടി അവർ പുതിയ നല്ലൊരു ജീവിതത്തിലേക്ക് പോവാണ്. ഇവിടെ ഇഹലോക ജീവിതം അവർക്ക് വലിയ കഷ്ടപ്പാടാണ്. അല്ലേ? ഭക്ഷണവും വെള്ളവും ഇല്ലാതെ അവർ നരകയാതന അനുഭവിക്കുന്നത്. പക്ഷെ മരണമാണ് അവർക്ക് സന്തോഷം നൽകുന്നത്. അല്ലലും അലട്ടലും അറിയാത്ത, ഭയവും ദുഃഖവും ഏശാത്ത സർവാനന്ദകരമായ അനശ്വര ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അവർ. അതുകൊണ്ട് അവർ മരിച്ചു പോയല്ലോ എന്ന് നിങ്ങൾ വ്യസനിക്കേണ്ടതില്ല. നിങ്ങളും അതുപോലെ മരിച്ചു പോകുമല്ലോ എന്ന് ഭയപ്പെടുകയും വേണ്ട. ഈ ആശയം സുഹൃത്ത് ആലിമ്രാനിൽ അതായത് ആലിമ്രാനിൽ പറയുന്നത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെടുന്നവരെ നിങ്ങൾ മരിച്ചു പോയവരെന്ന് കരുതരുത്. അല്ല, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. അവരുടെ നാഥങ്ങളിൽ അവർക്ക് വിഭവങ്ങൾ നൽകപ്പെടുന്നുണ്ട്. ഇവിടെ ഈ അള്ളാഹിന്റെ അടുത്ത് ഷഹീദുകൾക്ക് വിഭവങ്ങൾ നൽകപ്പെടുന്നുണ്ട്. അവര് എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരു മുത്തശാബിഹാത്തായ കാര്യമാണ്. അതായത് നമുക്കത് വ്യക്തമാക്കി തന്നിട്ടില്ല. അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് മാത്രം പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അതിന് കൂടുതൽ വിശദീകരണം നമുക്കറിയാം. പക്ഷെ ചില ഹദീസുകളിലൊക്കെ എന്നിട്ട് ഇവിടെ ഈ ആയത്തിന് അവസാനം പറഞ്ഞ എന്താണ്? വലാക്കില്ലാത്ത ഷൊറൂന്ന്, നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല, അനുഭവിക്കുന്നില്ല, നിങ്ങൾക്ക് അവരെ കാണുമ്പോൾ എങ്ങനെയാ ജീവിച്ചിരിക്കുന്നവരാണെന്ന് മാത്രം പറഞ്ഞ അല്ല നിർത്തിയിട്ട് അതിന്റെ അപ്പുറം പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു നിർത്തി. അപ്പൊ അത് എങ്ങനെയാണ് അവരുടെ ജീവിതം, ഖബറിലാണോ അത് കഴിഞ്ഞിട്ടാണോ എന്നതിനെ കുറിച്ചൊന്നും അതിന്റെ ഈ ആയത്ത് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നർത്ഥം. അപ്പൊ ഇവിടെ ഈ കൊല്ലപ്പെട്ടവരെ രക്തസാക്ഷികൾ എന്നാണ് വിളിക്കേണ്ടതെന്നാ പറയുന്നത്. ഷഹീദുകളായ ആളുകളെ രക്തസാക്ഷികൾ. സാധാരണ രീതിയിൽ മരണപ്പെട്ടവരെ പോലെ അവരെ കുളിപ്പിക്കുകയോ കഫൻ പുടവ ധരിപ്പിക്കുകയോ ചെയ്യേണ്ടതുമില്ല. അവർ ഏത് വസ്ത്രത്തിലാണോ വീരചരമം പ്രാപിച്ചത് ആ വസ്ത്രത്തിൽ പരിക്കേറ്റവരും രക്തം പുരണ്ടവരുമായ അതേ അവസ്ഥയിൽ തന്നെ മറമാടപ്പെടുന്നു. കാരണം അവർ ജീവിച്ചിരിക്കുന്നവരാണ്, പരിശുദ്ധരാണ്. അവരുടെ ശരീരത്തിൽ പുരണ്ട രക്തവും വസ്ത്രത്തിൽ പുരണ്ട മണ്ണും അവരുടെ പരിശുദ്ധിക്ക് തിളക്കം കൂട്ടുകയുള്ളൂ. അതുകൊണ്ട് വാക്കിലോ വിചാരത്തിലോ സമീപനത്തിലോ അവരെ മരിച്ചവരായി ഗണിക്കരുത്. ഇത് പറയുന്നത് എന്താ വെച്ചാല്, സാധാരണ നമ്മൾ മരിച്ചാല് അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി മേലുള്ള മണ്ണും ചളിയും എല്ലാം വൃത്തിയാക്കി നഖം അടക്കം നല്ല വൃത്തിക്ക് ചെയ്ത് മുടിയൊക്കെ ഇങ്ങനെ ഓരോ നാരും ഒക്കെ അങ്ങനെയൊക്കെ വൃത്തിയായി കുളിപ്പിച്ച് നല്ല കഫംപുടവ് ഇടിയിച്ചാണ് നമ്മൾ അള്ളാഹുവിലേക്ക് പറഞ്ഞയക്കുന്നത്. പക്ഷെ ഈ രക്തസാക്ഷികളുടെ കാര്യത്തിൽ അങ്ങനെ ചെയ്യേ വേണ്ട. കാരണം എന്താന്ന് വെച്ചാൽ അവര് മേല് പുരണ്ട ഈ രക്തം കൊണ്ടാണല്ലോ പിന്നെ കുളിപ്പിക്കേണ്ടി വരുന്നത്. രക്തവും ചളിയും മണ്ണും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹിന്റെ മുന്നിൽ ഭയങ്കര പരിശുദ്ധാണ്. അത് അവർക്ക് ഭയങ്കര തിളക്കാണ് അവിടെ. അപ്പൊ അതൊന്നും നിങ്ങൾ കഴുകി കളയല്ലേ, അവരങ്ങനെ തന്നെ മറമാടുകയാണ് വേണ്ടത് എന്നാണ് അള്ളാഹിന്റെ നിർദ്ദേശം. അങ്ങനെ അവർ ഇതിലുള്ള വിഷയം ഞാൻ പറഞ്ഞ പോലെ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ഇത് വന്നിട്ടില്ല. പക്ഷെ അതിൽ 2-3 ഹദീസുകളിലൊക്കെ പറയുന്നത് എന്താന്ന് വെച്ചാല് പിന്നെ അതേപോലെ ഇതിൽ വേറൊരു കാര്യത്തിൽ പറയുന്നുണ്ട്, ഇന്ദ റബ്ബിഹിം യുർസഖൂൻ എന്ന് പറയുന്നുണ്ട്. ഈ ഷഹീദുകളായ ആളുകള് അവരുടെ നാദങ്ങളിൽ അവർക്ക് വിഭവങ്ങൾ ലഭിക്കുന്നുണ്ട്. അതായത് അവരിങ്ങനെ ഭക്ഷണം നൽകപ്പെടുന്നുണ്ട്. യുർസഖൂൻ എന്ന് പറഞ്ഞാൽ വിഭവങ്ങൾ നൽകപ്പെടുന്നവരാണ് എന്ന് പറയുന്നുണ്ട്. ഒരു ഇമാം മുസ്ലിം എന്നുള്ള ഹദീസിൽ ഇങ്ങനെ കാണാം, രക്തസാക്ഷികളുടെ ആത്മാക്കൾ പച്ചക്കിളികളുടെ പച്ചങ്ങളായി സ്വർഗത്തിൽ പാറിപ്പറന്ന് നടക്കും. ഇഷ്ടമുള്ള എവിടെയും അവർക്ക് പറന്നു നടക്കാം. ദിവ്യ സിംഹാസനത്തിന് താഴെയുള്ള തൂക്കുവിളക്കിലേക്കും അവർക്ക് പറന്നണയാം. അങ്ങനെ അതായത് ഈ പച്ചക്കിളികളായിട്ട് അവര് ഷഹീദുകളായ ആളുകൾ പച്ചക്കിളികളെ പോലെ ഓടി ഓടി പറന്ന് ഈ റബ്ബിന്റെ സിംഹാസനത്തിന്റെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ പറന്നു നടക്കുന്നവരായി നിനക്ക് അവരെ കാണാം എന്നൊരു ഹദീസിൽ പറയുന്നുണ്ട്. അവർക്ക് ഒരു വിളക്കിന്റെ തൂക്കുവിളക്ക്, സിംഹാസനത്തിന് താഴെയുള്ള ഒരു തൂക്കുവിളക്കിൽ പോലും അവർക്ക് പോയിട്ട് ഇരിക്കാൻ മാത്രം അള്ളാഹുവിന്റെ അനുവാദമുണ്ട് എന്നർത്ഥം. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ പറയുന്നു, സ്വർഗത്തിൽ പ്രവേശിച്ചിട്ട് പിന്നെയും ഭൂമിയിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുക രക്തസാക്ഷികൾ മാത്രമാകുന്നു എന്ന്. അതായത് വേറൊരു മരിച്ച വ്യക്തിയും
വീണ്ടും ഈ ഭൂമിയിലേക്ക് തിരിച്ച സത്യവിശ്വാസിയായ വ്യക്തികൾ ഒരിക്കലും ആഗ്രഹിക്കില്ല. ആകെ ആഗ്രഹിക്കുന്ന ഒരേ ഒരു വ്യക്തി ഷഹീദായി മരിച്ച ആളുകളാണ്. അവരെന്തിനാന്ന് വെച്ചാൽ അങ്ങനെ ആഗ്രഹിക്കുന്നത് തനിക്ക് അവിടെ ലഭിച്ച മഹത്വം മൂലം ഇനിയും ഭൂമിയിൽ ചെന്ന് 10 വട്ടം വരെ 10 വട്ടം ദൈവമാർഗത്തിൽ വധിക്കപ്പെടാൻ അയാൾ ആഗ്രഹിക്കുന്നു. അതായത് ഇങ്ങനെയാണ് പറയുന്നത്, അത്രക്കും അവർക്ക് അതിന്റെ ഒരു അനുഭൂതി ഉണ്ടല്ലോ, മരിക്കുമ്പോ ദൈവമാർഗത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ പോകുമ്പോ ഉണ്ടാകുന്ന ആ ഒരു അനുഭൂതി കിട്ടാൻ വേണ്ടി അവർ 10 വട്ടം തിരിച്ചു പോയി വീണ്ടും വധിക്കപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. ഈ വെളിപാടുകളിൽ നിന്ന് സചേതനും ആനന്ദാനുഭൂതികൾ നിറഞ്ഞതുമായിരിക്കും രക്തസാക്ഷികളുടെ മരണാനന്തരാവസ്ഥ എന്ന് മനസ്സിലാക്കാം. പക്ഷേ അതിന്റെ പ്രകൃതി സ്വഭാവം ഒന്നും അറിയാനോ ഊഹിക്കാനോ നമുക്ക് സാധ്യമല്ല. കാരണം രക്തസാക്ഷികളുടെ പച്ചക്കിളികൾ പോലെയുള്ള പറന്നു നടക്കലും അവരുടെ ആഗ്രഹങ്ങളും ഒക്കെ മുത്തശാബിഹാത്തായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിഭൗതിക കാര്യങ്ങളാണ് അതൊക്കെ. അതായത് നമുക്കത് ഭൗതികമായിട്ട് ദൃശ്യമാകാൻ കഴിയില്ല. അതുകൊണ്ട് അത് നമുക്ക് അധികം അതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലനേഷനോ വ്യക്തമായിട്ടോ പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെയുള്ള ജ്ഞാനം മാത്രമുള്ള മനുഷ്യന് അവയെ യഥാവിധം വിശദീകരിക്കാനാവില്ല. അതായത് രക്തസാക്ഷികളുടെ ജീവിച്ചിരിക്കൽ പോലെ തന്നെ അവരുടെ ആത്മാക്കളുടെ പച്ചക്കിളികളാവലും പറന്നു നടക്കലും ആഗ്രഹങ്ങളും നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ ലാ തശൂറൂൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. അപ്പൊ ഈ ആയത്ത് മനസ്സിലായല്ലോ അല്ലെ? ഇത്രയാണ് പറയുന്നത് ഇവിടെ. മരിച്ചവരെന്ന് വിളിക്കരുതെന്ന് പറയാനുള്ള കാരണം മനസ്സിലായില്ല. അവരൊരിക്കലും മരിക്കുന്നില്ല. ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് പോവാണ്. അതും ആനന്തരമായ ജീവിതത്തിലേക്കാ പോകുന്നത്. വലാക്കില്ല യശൂറൂൻ തഷൂറൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള പറഞ്ഞത് വളരെ ഒരുപാട് ആനന്ദം അവർ അനുഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയണം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ഒരു ആയത്ത് കാരണം ഈ ശുഹദാക്കളായ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കാണാം അല്ലെ? ശുഹദാക്കളെ ബദരീങ്ങളെ എന്നൊക്കെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റും. ഒരു ആപത്ത് വന്നാൽ അവരെന്താ പറയാ? ബദരീങ്ങളെ എന്ന് പറയും. ആരാണ് ബദരീങ്ങൾ? ബദർ യുദ്ധത്തിൽ മരിച്ചുപോയ ഷഹീദുകളെയാണ് അവർ ബദരീങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തില് എന്താണ്, ഷഹീദായ ആളുകൾ മരിക്കുന്നില്ല, അവർ ജീവിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ടാണ് അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്നും അവർ ഞങ്ങളുടെ വിളികൾ കേൾക്കുന്നുണ്ടെന്നും എന്നുള്ള തരത്തിലാണ് വലിയൊരു ജനവിഭാഗം അവരെ വിളിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി. പക്ഷെ അത് ചെയ്യാൻ പാടില്ലാത്ത ശിർക്കാണ്. അത് അങ്ങനെ ഒന്ന് ഇല്ല. അവര് മനുഷ്യരുടെ വിളി കേട്ടുകൊണ്ട് അള്ളാഹുവിന്റെ മിഡിൽമാൻ ആയിട്ട് വർക്ക് ചെയ്യാന്നുള്ളതൊന്നും അതല്ല. അങ്ങനെ മൺമറഞ്ഞു പോയ ശുഹദാക്കളും മറ്റു പുണ്യാത്മാക്കളും ഒക്കെ ഭൗതിക ലോകത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് ഗുണദോഷങ്ങൾ വരുത്തുന്നവരും ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കൊടുക്കുന്നവരുമായി തീർന്നു എന്നൊക്കെ ഉള്ളത് തെറ്റായ കാര്യമാണ് കേട്ടോ. അത് പിന്നെ അങ്ങനെയല്ല. അവരുടെ പ്രീതിക്ക് വേണ്ടി നേർച്ചകളും വഴിപാടുകളും നടത്തുകയും അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമ്പ്രദായം പിന്നീട് നിലവിൽ വരികയാണ്. ഈ ഒരു ആയത്തിൽ വെറുതെ ഒരു അന്ധവിശ്വാസമായിട്ട് വന്ന ആചാരങ്ങളാണ് അതൊക്കെ. ഇന്നിപ്പോൾ ആപത്ത് വേളകളിൽ അള്ളാഹുവിനെ വിളിക്കുന്നത് പോലെ ആളുകൾ ബദരീങ്ങളെയും മുഹദീങ്ങളെയും മറ്റു ശുഹദാക്കളെയും വിളിച്ച് സഹായം തേടുന്നത് സാധാരണമായിരിക്കുകയാണ്. അള്ളാഹു അല്ലാത്ത ആർക്കും മനുഷ്യരുടെ ഭാഗധേയങ്ങൾ നിർണ്ണയിക്കാനും അവന് ഭാഗ്യനിർഭാഗ്യങ്ങൾ വരുത്താനുള്ള അധികാരമോ അവകാശമോ ഇല്ല എന്ന മൗലികമായ ഇസ്ലാമിക തത്വത്തിന്റെ നിഷേധമാണിത്. ശുഹദാക്കൾക്കോ മറ്റു പുണ്യാത്മാക്കൾക്കോ അള്ളാഹു അവന്റെ അധികാരാവകാശങ്ങളിൽ വല്ലതും പങ്കുവെച്ചു കൊടുത്തിട്ടില്ല. അള്ളാഹുവിൻ്റെത് മാത്രമായ വല്ലതും അവൻ അങ്ങനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നതിന് ഇസ്ലാം മാപ്പർഹിക്കാത്ത പാപമായ ഷിർക്ക് എന്നാണ് വിളിച്ചിട്ടുള്ളത്. പ്രകൃത സൂക്തം ഒരിക്കലും അത്തരം ഒരു അനാചാരത്തിനുള്ള അനുശാസനമോ അനുവാദനമോ അല്ല. മറിച്ച് ശുഹദാക്കൾ ജീവിച്ചിരിക്കുന്നതും വിഭവങ്ങൾ ആസ്വദിക്കുന്നതും അവരുടെ നാഥന്റെ സന്നിധിയിൽ അഥവാ അതിഭൗതിക ലോകത്താണെന്നും ഭൗതിക ലോകത്തുള്ളവർക്ക് ഒരു വിധത്തിലും അനുഭവപ്പെടുകയില്ലെന്നുമാണ് ഖുർആൻ പ്രസ്താവിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് പറ്റിയ ഒരു അബദ്ധമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. അവർ എങ്ങനെയാണ് അങ്ങനെ ഒരു വിളി വന്നത് എന്നുള്ളതേ ഈ ഒരു ആയത്ത് ആ രീതിയിൽ ഒരു അനാചാരം വരാൻ കാരണമായിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഈ ബദർ യുദ്ധത്തിന് ശേഷം ചില ആളുകൾ അത് രക്തസാക്ഷികളായവരെ സംബന്ധിച്ച് അവർക്ക് ജീവിതം നഷ്ടപ്പെട്ടുവല്ലോ എന്ന് പരിതപിച്ച സന്ദർഭത്തിലാണ് ഈ സൂക്തം അവതരിച്ചത്. ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഖുറാന്റെ ക്രോഡീകരണത്തിൽ അത് കിബിലമാറ്റം സംബന്ധിച്ച സൂക്തങ്ങളുമായി ബന്ധിപ്പിക്കായിരുന്നു. നേരത്തെ സൂചിപ്പല്ലോ അത് ബദ്രയാണ് ഈ ഒരു പിന്നെ ഇതിൽ പറയുന്നത്. ഇനി അടുത്ത ആയത്തിലേക്ക് കടക്കാം. എന്താണ് ഈ ആയത്തെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ആയത്ത് കുറച്ചും കൂടി വലിയ വിശദീകരണം ആവശ്യമുള്ള നമ്മുടെ ജീവിതത്തിന് ഒരുപാട് ഉപകാരമുള്ള ഒരു ആയത്താണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. ഇതിന്റെ ആയത്തിന്റെ അർത്ഥം നോക്കാം. വലനബ്ലുവന്നകും ഇതിൽ വാക്ക് ഏതാണ്? ബലാ യബ്ലു എന്നാണ് വാക്ക് കേട്ടോ. പരീക്ഷിച്ചു, പരീക്ഷിക്കുന്നു. ബല
ബലാ എന്ന് പറഞ്ഞാൽ എന്താണ്? പരീക്ഷണം എന്നാണ്. ബലാ, പരീക്ഷണം. അപ്പൊ ഇവിടെ വ ആൻഡ് ലനബ്ലുവന്നക്കും, വ ആൻഡ് ല തീർച്ചയായും, നബ്ലുവന്നക്കും, നെബ്ലുവ എന്ന് പറഞ്ഞാൽ നാം പരീക്ഷിക്കും. ഇവിടെ നെബ്ലു യബ്ലു എന്നതിന് പകരം നെബ്ലുവ എന്നാ പറഞ്ഞത് കേട്ടോ. ഞാൻ അല്ല പറയാണ് നാം പരീക്ഷിക്കും. നെബ്ലുവന്ന അവിടെ വീണ്ടും പറയാണ് തീർച്ചയായും. ആദ്യം ല എന്നും പറഞ്ഞു, പിന്നെ ന എന്നും പറയുന്നുണ്ട്. രണ്ട് ലായും ഈ തൗക്കീദിന്റെ നൂൻ മുഷദ്ദദ് രണ്ടും ഉറപ്പിച്ചു പറയാണ് നിങ്ങളെ എന്തായാലും ഞാൻ പരീക്ഷിക്കും. ബി ഷൈഇൻ, ബി എന്ന് പറഞ്ഞ കൊണ്ട്, ഷെയ് കാര്യങ്ങൾ കൊണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട്? മിനൽ ഹൗഫ്, മിൻ എന്ന് പറഞ്ഞ ഫ്രം, എന്തിൽ നിന്നൊക്കെയുള്ള കാര്യങ്ങളാണെന്ന് ഇനി പറയാൻ പോവാട്ടോ. എന്തൊക്കെ പരീക്ഷണങ്ങൾ? ഹൗഫ് എന്ന് പറഞ്ഞ ഭയം, ഭയം കൊണ്ട്. വ ആൻഡ് അൽ ജൂ, വിശപ്പ് കൊണ്ട്. വ ആൻഡ് നഖ്സിം മിനൽ അംവാലി, അംവാലി എന്ന വാക്ക് മാലിന്റെ ജമാണ് അംവാൽ, ധനങ്ങൾ, ധനം. മിൻ, അപ്പൊ നഖ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറവ് അല്ലെങ്കിൽ നഷ്ടം എന്നൊക്കെ പറയും അല്ലെ. നഖ്സ് എന്ന് പറഞ്ഞാൽ മിനൽ അംവാൽ, ധനത്തിൽ നിന്നുള്ള നഷ്ടം കൊണ്ടും. വ ആൻഡ് അൽ അംഫൂസ്, ജീവൻ, ജീവന്റെ. നഖ്സിം മിനൽ അംവാലി വൽ അംഫൂസ് ഒരുമിച്ചാണ് വായിക്കേണ്ടത്. ധനത്തിന്റെയും ആത്മാവിന്റെ അല്ലെങ്കിൽ ജീവൻ, ഇവിടെ നഫ്സ് നഷ്ടപ്പെടുന്നതിന് ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് നഫ്സ്. അപ്പൊ ഈ ആത്മാവ് നഷ്ടപ്പെടുന്ന അതിനാണ് മരണം എന്ന്. അപ്പൊ ജീവന്റെ നഷ്ടപ്പെടൽ കൊണ്ടും ധനത്തിന്റെ നഷ്ടം കൊണ്ടും ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. സമറാത്ത്, സമറാത്ത് എന്ന് പറഞ്ഞാല് കായ്ക്കനികൾ, ഭക്ഷണം ഇല്ലാണ്ട് എന്നുള്ള അർത്ഥം അല്ലെ. സമറാത്ത് എന്ന് പറഞ്ഞാൽ പല പല വിഭവങ്ങൾ അല്ലെങ്കിൽ കായ്ക്കനികൾ, ഫ്രൂട്ട്സിനൊക്കെ പറയണ സമറത്ത്, സമറാത്ത്. അപ്പൊ ഇവിടെ അള്ള പറഞ്ഞത് നമ്മൾ എന്തായാലും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിഷൈഇൻ, എന്തുകൊണ്ട്? എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട്? മിനൽ ഹൗഫ്, ജൂഅ, നഖ്സി മിനൽ അംവാലി വൽ അൻഫുസ്, സമറാത്ത്. 4 കാര്യങ്ങൾ. ഒന്ന് ഭയം, അതായത് ഭീതി ഉണ്ടാക്കിക്കൊണ്ട്, പേടി. 2 വിശപ്പ് കൊണ്ട്. 3 ജീവന്റെയും ധനത്തിന്റെയും കുറവ് കൊണ്ടോ അല്ലെങ്കിൽ നഷ്ടം കൊണ്ടോ. 4 കായ്ക്കനികളുടെയും നഷ്ടം കൊണ്ട്. ഈ 3 ഒരുമിച്ചാണ്. വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് എന്നിട്ട് അത് 3 ഒരുമിച്ചാണ്. അതിന്റെയൊക്കെ കുറവ് കൊണ്ട്, നഖ്സ് കൊണ്ടാണ് പരീക്ഷിക്കുക. അപ്പൊ എന്നിട്ട് അള്ളാഹ് പറയാണ് വ ആൻഡ് ബഷീർ, നീ സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക. ബഷറ യുബഷിറു എന്നാണ് വാക്ക്. ബഷീർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രവാചകൻ ബഷീറാണ്, മുബഷീറാണ് അല്ലെ. സന്തോഷ വാർത്ത അറിയിക്കുന്നവനാണ് പ്രവാചകൻ. അപ്പൊ ബഷീർ, ബഷറ എന്നുള്ള വാക്ക്, ബഷറ യുബഷിറു, സന്തോഷ വാർത്ത അറിയിച്ചു, അറിയിക്കുന്നു. ഇവിടെ ബഷീർ എന്നാണ് വാക്ക്. പ്രവാചകനോട് അള്ള പറയാണ് നീ സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക. അമ്രുഫയിലാണ്, കൽപ്പന. ബഷീർ, ഇവിടെ ഓതാനുള്ള ഫ്ലുവൻസിക്ക് വേണ്ടാണ് ബഷീരി എന്നായത്. ശരിക്കും ഇത് ബഷീർ എന്നാണ്, അമ്രുഫയിലാണ്. ബഷീർ 2 ഇൽത്തിഖാഉ സാക്കിന എന്ന് പറയും. 2 സുക്കൂൻ ഒരുമിച്ച് വരുമ്പോ ആദ്യത്തെ സുക്കൂനിനെ ഹർക്കത്താക്കി മാറ്റുന്ന നിയമം. അപ്പൊ ബഷീരി എന്നാക്കി. ബഷീരി സാബിരീൻ, സാബിരീങ്ങൾ എന്ന് പറഞ്ഞാൽ ഷമാല്, സാബിർ എന്ന പ്ലൂറലാണ് സാബിരീൻ. ഷമാലുക്കൾ നീ സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക എന്നുള്ളത്. അപ്പോൾ ഈ ആയത്ത് ഞാൻ പറഞ്ഞ എന്നെ മുന്നേ പോലെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയ ഒരു ആയത്താണ്. അള്ളാഹ് മനുഷ്യരോട് പറഞ്ഞതാണ് നിങ്ങൾ എന്തായാലും പരീക്ഷിക്കും. എന്തുകൊണ്ടൊക്കെ? ഭീതി കൊണ്ടും വിശപ്പ് കൊണ്ടും ഈ 3 കാര്യത്തിന് നഷ്ടം കൊണ്ടും. ഒന്ന് ധനം, ബിസിനസ്സിലൊക്കെ ഒരുപാട് പൈസ നഷ്ടപ്പെട്ട്, പല ധനനഷ്ടം, നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ പൈസ നഷ്ടപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും വിലപ്പെട്ട ആളുകളുടെ ആത്മാവ് നഷ്ടപ്പെട്ടുകൊണ്ട്, അവരുടെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ട്, സമറാത്ത് കായ്ക്കനികളുടെ ദൗർലഭ്യം കൊണ്ട് എല്ലാം അള്ളാഹ് പരീക്ഷിക്കുക. അപ്പൊ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൊക്കെ ആരെ ക്ഷമിക്കുന്നവരെ, സ്വാബരീങ്ങളെ നീ ബഷീർ, സന്തോഷ വാർത്ത അറിയിച്ചേക്കൂ. അവർക്ക് പരലോകത്തിൽ ഇതുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത പറയുക എന്നത് കൊണ്ടുള്ള. പക്ഷേ ഈ വാക്കുകൾ കേവലം നാവ് കൊണ്ട് ഉരുടുക എന്നല്ല. ഞങ്ങൾ അള്ളാഹുവിൻ്റെത് മാത്രമാണെന്ന് യാഥാർത്ഥ്യം മനസ്സാ സമ്മതിച്ച് പറയുക എന്നാണ്. അതിനാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തു തന്നെ ബലി കഴിച്ചാലും അത് യഥാസ്ഥാനത്ത് അർപ്പിച്ചു എന്നേ കരുതേണ്ടതുള്ളൂ. ഉടമസ്ഥൻ പറഞ്ഞ പോലെ വിനിയോഗിച്ചു എന്നർത്ഥം. ഞങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചതാണ്. ഇവിടെ ഇന്നാലില്ല, ഈ ജീവിതം ശാശ്വതമല്ല. ഇത് അടുത്ത ആയത്തിന്റെയാണ് കേട്ടോ, 156. ഇന്നാലില്ലാഹി അവര് എന്തെങ്കിലും ആപത്ത് വരുമ്പോ അല്ലദീന, ഇത് ഈ ആയത്തും കൂടി പറയാം. അതായത് ഇങ്ങനെയുള്ള വബശ്ശിരി സ്വാബരി എന്ന് പറഞ്ഞതിന് ശേഷം അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതിന്റെ അർത്ഥം നോക്കൂ. അല്ലദീന, അവരെങ്ങനെയാണ് ഈ സ്വാബരീങ്ങൾ എങ്ങനെയായിരിക്കും? അല്ലദീന, അവരെങ്ങനെയാന്ന് വെച്ചാൽ ഇദാ അസാബത്തുഹും, ഇദാ
വെൻ അസാബ എന്ന് പറഞ്ഞാൽ ബാധിച്ചു എന്നാണ്. അസാബ യുസീബു അല്ലെ, മുസീബത്ത് എന്ന് പറയാറില്ല, ഇന്ന് വരുന്ന വാക്ക് തന്നെയാണ് അസാബ. മുസീബത്ത് എന്ന് പറഞ്ഞാൽ അപകടം, ആപത്ത്, വിപത്ത് എന്നൊക്കെ പറയും. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ് മുസീബത്ത് എന്ന്. അപ്പൊ ഇതാ അസാബത്ത് ഹും, ഇതാ അസാബത്ത് അവരെ ബാധിച്ചാൽ, ഹും അവരെ, മുസീബത്ത് ഒരു വിപത്ത് ബാധിച്ചാൽ, ഖാലു അവർ പറയും, ഇന്നാ തീർച്ചയായും ഞങ്ങൾ, ലില്ലാഹി അള്ളാഹുവിനുള്ളതാണ്, വ ഇന്നാ തീർച്ചയായും ഞങ്ങൾ എന്താണ്, ഇലൈഹി അവനിലേക്ക്, റാജിഊൻ മടങ്ങുന്നവരാണ്. ഇത് നമ്മൾ സാധാരണ മരണവാർത്ത കേൾക്കുമ്പോ പറയുന്നതാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ആ വാക്ക് തന്നെയാണിത്. അതായത് അത് മരണവാർത്ത എന്ന് മാത്രമല്ല, ഒരു സത്യവിശ്വാസിക്ക് അവന് അനിഷ്ടകരമായ എന്ത് ചെറിയ കാര്യം വന്നാലും അവൻ പറയേണ്ടത് ഇതാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പക്ഷെ നമ്മളെ നാട്ടിലൊക്കെ എന്തെങ്കിലും ആപത്തോ വിഷമോ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്കിപ്പോ നമ്മള് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കെ നമ്മളെ കറണ്ട് അങ്ങ് പോയാൽ ശരിക്കും നമ്മൾ പറയേണ്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് ആദ്യം പറയേണ്ടത്. അത് നമുക്കൊരു പ്രയാസം നേരിട്ടു, നമ്മൾ ചെയ്തിരിക്കുന്ന പണിയിൽ നിന്ന് ഒരു ബുദ്ധിമുട്ട് വരികയാണ് കറണ്ട് പോകുമ്പോ, അപ്പൊ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നമ്മൾ ആ നാവിൽ നിന്ന് ആദ്യം വരേണ്ടത് അതാണ്. എന്ത് മുസീബത്ത്, പെട്ടെന്നോ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വീണ് പൊട്ടിയാലും നമ്മൾ ആദ്യം അതാ വരേണ്ടത്. അല്ലാതെ ആദ്യം തന്നെ നമ്മള് എന്താണ് ക്ലാസ് പൊട്ടിച്ച ആളെ ചീത്ത പറയാനാണ് മെനക്കെട് അല്ലെ? അല്ല, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് ആദ്യം നാവിൽ നിന്ന് വരേണ്ടത്. ആ മുസീബത്ത് സംഭവിച്ച ഉടനെ വരണം. അല്ലാതെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം പറയുന്നതല്ല ഈ വാക്ക്, ആദ്യം വരേണ്ടതാണ്. ആ പാപത്ത് ബാധിക്കുന്നത്. അപ്പൊ ഇത് പറയുന്നത് സത്യവിശ്വാസികളുടെ ലക്ഷണമായിട്ടാ പറയുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആപത്ത് ചെറുതായി ഇങ്ങനെ കറണ്ടൊക്കെ പോയി പറഞ്ഞ് ഇത് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും ആരാ മരിച്ചത് എന്നല്ലേ. അത്ര എന്ന് വെച്ചാൽ വെറും മരണ വാർത്തക്ക് വേണ്ടി മാത്രം പറയുന്ന ഒരു വാക്കായി മാറിയിട്ടുണ്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ളത്. പക്ഷെ അള്ളാഹ് അങ്ങനെയല്ല പറയുന്നേ. ഇന്ന അല്ലദീന ഇദാ അസാബത്ത് അവരെ ബാധിച്ചാൽ, എന്ത് മുസീബത്ത് എന്ത് വിപത്ത് ബാധിച്ചാലും, ഖാലു അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താ അതിന്റെ അർത്ഥം? ഇന്നാ ലില്ലാഹി തീർച്ചയായും ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ്, ലില്ലാഹി അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്, ലി എന്ന് പറഞ്ഞാൽ വേണ്ടി അല്ലെങ്കിൽ ടു, ലില്ലാഹി അള്ളാഹുവിനുള്ളതാണ്, വ ആൻഡ് ഇന്ന തീർച്ചയായും ഞങ്ങൾ എന്താണ്, ഇലൈഹി അവനിലേക്ക്, ഇലാ പ്ലസ് ഹി എന്നുള്ളതാണ് ഇലൈഹി എന്നുള്ളത് കേട്ടോ, അവനിലേക്ക് റാജിഊൻ, റജഅ മടങ്ങി എന്നുള്ള വാക്കാണ് റാജിഅ മടങ്ങുന്നവൻ, റാജിഊൻ മടങ്ങുന്നവർ ഒക്കെ അതിന്റെ പ്ലൂറൽ. അപ്പൊ റാജിഊൻ ഞങ്ങൾ അള്ളാഹിലേക്ക് മടങ്ങുന്നവരാണ്, അങ്ങനെയുള്ള ഒരു വാക്കാണ് പറയാൻ വേണ്ടി പഠിപ്പിക്കുന്നത് ഇസ്ലാമികമായിട്ട്. ഉലായിക്ക ലഹും, അത് കഴിഞ്ഞിട്ട് പറയണം ഉലായിക്ക അലൈഹിം, അങ്ങനെയുള്ളവർക്ക് എന്തുണ്ട് എന്നറിയോ? ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് രണ്ടായത്ത് പറഞ്ഞില്ലേ. ആദ്യത്തെ ഇതിൽ പറഞ്ഞു ബഷീർ സോബരി, അങ്ങനെ എന്താപത്ത് അവർക്ക് വന്നാലും വിശപ്പ് കൊണ്ടൊക്കെ അള്ള പരീക്ഷിച്ചാലും അവര് ക്ഷമയോടുകൂടി നിന്നുകൊണ്ട് അവർക്ക് എന്ത് ആപത്ത് ബാധിക്കുമ്പോൾ അവർ പറയുന്ന വാക്ക് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയും. അങ്ങനെയുള്ള ആളുകൾക്ക് ഉലായിക്ക അക്കൂട്ടർ അലൈഹിം അവരുടെ മേലുണ്ട് സ്വലവാത്ത് അനുഗ്രഹങ്ങൾ, സ്വലാത്ത് ഇല്ല എന്ന് പറയാറില്ലേ, സ്വലവാത്ത് അനുഗ്രഹങ്ങളുണ്ട്, മിർ റബ്ബിഹിം അവരുടെ റബ്ബിങ്കിൽ നിന്നുള്ള അനുഗ്രഹങ്ങളുണ്ട്, വ റഹ്മ കാരുണ്യവുമുണ്ട്, വ ഉലായിക്ക അവർ തന്നെയാകുന്നു, വ ആൻഡ് ഉലായിക്ക അവരാകുന്നു, ഹും അവർ തന്നെയാണ്. വീണ്ടും അല്ല ഉറപ്പിച്ചു പറയണം, ഉലായിക്ക കഴിഞ്ഞിട്ട് വീണ്ടും ഹും പറയുന്നത് എന്തിനാ? അവർ തന്നെ എന്ന് ഉറപ്പിച്ചു പറയാൻ വേണ്ടിയിട്ടാണ്. ഈ ഉലായിക്ക എന്ന് പറഞ്ഞാൽ തന്നെ അക്കൂട്ടർ എന്നാണ് അർത്ഥം. പക്ഷെ ഹും എന്ന് പറഞ്ഞാൽ വീണ്ടും അതിനൊന്ന് ഉറപ്പിക്കണം, അവർ തന്നെയാണ് എന്ത്, അൽ മുഹ്തദൂൻ മുഹ്തദീങ്ങൾ, അതായത് സന്മാർഗം ഹിദായത്ത് കിട്ടിയവർ എന്നാ പറയുന്നത്. മുഹ്തദീങ്ങൾ എന്ന അവരാകുന്നു, ഈ പറയുന്ന ഗുണങ്ങളുള്ളവരെയാണ് അള്ളാഹ് ഹിദായത്ത്, സന്മാർഗം, ശരിക്കും സന്മാർഗത്തിലുള്ളവരുടെ ഗുണാണ് അത് പറഞ്ഞത് കേട്ടോ. ഈ ആയത്ത് സിമ്പിൾ അല്ലേ? ഉലായിക്ക അക്കൂട്ടർ, അലൈഹിം അലാ പ്ലസ് ഹിം എന്നുള്ളതാണ്, അലൈഹിം അവരുടെ മേൽ, സലവാത്ത് അനുഗ്രഹങ്ങൾ, മിൻ റബ്ബിഹിം മിൻ ഫ്രം റബ്ബിഹിം അവരുടെ റബ്ബിങ്കൽ നിന്നുള്ള, വ ആൻഡ് റഹ്മത്ത് കാരുണ്യം, അതായത് അവർക്ക് എന്തൊക്കെയുണ്ട്, സലവാത്തും ഉണ്ട് അവരുടെ മേലെ, റഹ്മത്തും ഉണ്ട്, കാരുണ്യം അവരുടെ റബ്ബിങ്കിൽ നിന്നുള്ള രണ്ടും ഉണ്ടാവും. അപ്പൊ ഉലായിക്ക അവർ തന്നെയാകുന്നു, ഹും അവരാകുന്നു, അൽ മുഹ്തദൂൻ സന്മാർഗം പ്രാപിച്ചവർ. ഇതിൽ ഒന്ന് രണ്ട് കാര്യം പറയാനുള്ളത്, നമുക്ക് ഈ അസാബത്ത്, ഈ അള്ള പരീക്ഷിക്കുന്ന പരീക്ഷണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് മൂന്ന് കാര്യമാണ് പറഞ്ഞത് ഈ ആയത്തിൽ അല്ലെ. ഭയം, പട്ടിണി, ധനനഷ്ടം, ജീവനഷ്ടം, വിഭവനഷ്ടം എന്നീ മുഖേന നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നു. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തോരം കാര്യങ്ങളാണ് ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ, എന്തൊക്കെയാണ് നമ്മൾ സാധാരണ ജീവിതത്തിൽ വരുന്നതെന്ന് വെച്ചാൽ, കലാപങ്ങൾ ഉണ്ടാകും അല്ലെ. ഒരുപാട് കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര പേടി, ഭീതി,
ഇപ്പൊ തന്നെ ഒരു പ്രാവശ്യം നമ്മൾ നിൽക്കുന്ന ഇടം ആക്രമിക്കാൻ മറ്റൊരു രാജ്യം തുനിഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ കഴിഞ്ഞ്. നമ്മള് ഹൗഫ് കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു, ഭയം കൊണ്ട്. ഇപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നാടുകളിലെ ആളുകളുടെ അവസ്ഥകൾ ആലോചിച്ച് നോക്കൂ. തിന്നാൻ പോലും കുടിക്കാൻ പോലും അവരുടെ മനസ്സ് സമ്മതിക്കൂല. ഭക്ഷണം മുന്നിൽ ഉണ്ടായാലും പേടി കൊണ്ട് തിന്നാൻ തോന്നൂല. എപ്പോഴാണ് തലയിലേക്ക് മിസൈൽ വീഴുക എന്നറിയാതെ രാത്രി അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. രാത്രിയാണ് അറ്റാക്കുകൾ മുഴുവൻ നടക്കുന്നത്. അതാണ് ഹൗഫ് കൊണ്ട് അള്ളാഹ് ഭയപ്പെടുത്തി കഴിഞ്ഞാൽ. പരീക്ഷിക്കപ്പെട്ടാൽ നമുക്ക് വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. ഭക്ഷണമോ നല്ല വീടോ നല്ല പ്രശസ്തിയോ നല്ല ജോലിയോ ആരോഗ്യമോ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ഈ ഹൗഫ് കൊണ്ട് അള്ളാഹ് നമ്മളെ പരീക്ഷിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ. അതൊന്ന്. രണ്ടാമത് നമുക്ക് നമ്മുടെ പിന്നെ അള്ളാഹ് പരീക്ഷിക്കുന്ന രോഗങ്ങൾ കൊണ്ട്, ജോലി നഷ്ടപ്പെട്ടുകൊണ്ട്, അതൊക്കെ ഈ നഖ്സിമിനൽ അംവാലിൽ പെടും അല്ലെ. നമ്മുടെ ഈ ധനനഷ്ടം എന്ന് പറഞ്ഞ ബിസിനസ് ഒക്കെ തകരുന്ന ഒരുപാട് ആളുകളുണ്ട്. എത്ര ആത്മാർത്ഥമായിട്ട് ഹലാലായ മാർഗത്തിൽ നേടിയെടുത്ത് ബിസിനസ്സിൽ വളരെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ ചെലവഴിച്ച് അതിനെ കൊണ്ട് നല്ല ഹലാലാണോ എന്നൊക്കെ നോക്കി സക്കാത്തൊക്കെ കൃത്യമായി കൊടുത്ത് തന്നെ നമ്മളൊരു ബിസിനസ് തുടങ്ങിയാലും ഒരു പക്ഷെ അത് വിജയിക്കണമെന്നില്ല. അതായത് അള്ളാഹ് പറഞ്ഞതാണ് പരീക്ഷിക്കപ്പെടൂ എന്നുള്ളത്. അപ്പൊ അതുപോലെ ബിസിനസ് പൊട്ടിപ്പോകുന്നു, ബന്ധങ്ങൾ തകർന്നു പോകുന്നു, ഒരുപാട് കുടുംബത്തിൽ നിന്ന് തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നു, പട്ടിണികൾ ഉണ്ടാകുന്നു, മരണങ്ങൾ, അടുത്ത ആളുകളുടെ മരണങ്ങളോ അല്ലാത്താകാതാണ് അല്ലെ. അഭിമാനക്ഷതം കൊണ്ടുള്ള പരീക്ഷിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ് ഒരു സത്യവിശ്വാസി ഇത്തരം പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ടത് വല്ല നിബുലുവന്നക്കും. ഇവിടെ ഈ കഴിഞ്ഞ ആയത്തിൽ അള്ള പറഞ്ഞത് എന്നോട് ഈ ഷഹീദാവാന്, അതായത് ജിഹാദ് ചെയ്യാനുള്ള ഈ സൂക്തം അള്ളാഹു ജീവിതത്തിലെ സുഖദുഃഖങ്ങളുടെ യാഥാർത്ഥ്യത്തെ കുറിച്ച് പറയാണ്. ശരിക്കും അത് ഈ ഒരു ആയത്തുകൾ ഇപ്പൊ ഞാൻ ഇന്നെടുക്കുന്ന ഈ ക്ലാസ്സിൽ ഒരു ആയത്തുകൾ ഉണ്ടല്ലോ, നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ളതാണ്. ആ ജീവിതത്തെ നമ്മൾ ആ കാണുന്ന രീതിയിൽ അള്ള പറഞ്ഞ രീതിയിൽ ജീവിതത്തെ കണ്ടു കഴിഞ്ഞാലാണ് നമുക്കൊരു സത്യവിശ്വാസിയായി ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ഈ ഭൗതിക നഷ്ടത്തിലൊക്കെ നമ്മൾ ആകെ പതറിപ്പോകും. ജീവിതം എന്താന്ന് ശരിക്കും അറിയണം. ഞാൻ എവിടെയാണ്, ഞാൻ എങ്ങോട്ടാ പോകുന്നത്, ഞാൻ എവിടേക്ക് വന്നു, ഞാൻ എവിടെ എത്തി, ഞാനിപ്പോ എന്താ ചെയ്യണത്, ഇന്നിപ്പോ എനിക്ക് ഒറ്റ ദിവസം അള്ള തന്നു, നാളെ എനിക്ക് ഉണ്ടാവൂന്ന് അറിയില്ല. ഇങ്ങനെ ജീവിതത്തെ ഇങ്ങനെ കൃത്യമായിട്ട് കണക്കാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഓരോ ദിവസവും നമുക്ക് ഭയങ്കര ആക്റ്റീവ് ആക്കാനും സജീവമായിട്ട് ഇടപെടാനും പറ്റുള്ളൂ. ജീവിതം എന്താന്ന്. അല്ലെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ഡിപ്രഷനും മൂഡ് ഓഫ്, എന്നൊന്നും ചെയ്യാനില്ല, നാളെ എന്താവും. ജീവിതം എന്ന് പറയുന്ന ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നല്ല, അത് ഒട്ടും ഒരു ഗുണവും ചെയ്യാത്ത ഒരുപാട് ദിവസങ്ങൾ നമ്മളിൽ കഴിഞ്ഞു പോകും. അപ്പൊ ജീവിതത്തെ കാണേണ്ട രീതിയിൽ കാണുക എന്നുള്ള ഒരു സത്യവിശ്വാസിയുടെ ഒരു കഴിവാണ്. അവരുടെ അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ് അത് അത്തരത്തിൽ കാണാൻ കഴിയാന്നുള്ളത്. അപ്പൊ ഇസ്ലാമിക വീക്ഷണത്തിൽ മനുഷ്യ ജീവിതം ഒരു പരീക്ഷണമാണ്. ജനനം മുതൽ മരണം വരെ നീണ്ടു നിൽക്കുന്ന പരീക്ഷണം. മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യമാണ് ഈ പരീക്ഷണം. അതായത് മനുഷ്യനെ അള്ളാഹ് ജനിപ്പിച്ചിട്ട് തന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു സത്യമാണ് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യന് ലഭിച്ചിട്ടുള്ള കഴിവുകളും യോഗ്യതകളും അനുഗ്രഹങ്ങളും എല്ലാം ഈ പരീക്ഷണത്തിനുള്ള ഉപാധികളും ഉപകരണങ്ങളുമാകുന്നു. ഇത് പറഞ്ഞില്ല, അതായത് നമുക്കിപ്പോ ഒരാൾക്ക് ഒരു കാഴ്ച, കേൾവി, ഇതൊക്കെ അള്ളാഹ് തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹ്ക്ക് പരീക്ഷിക്കാനുള്ള ഒരിതാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാണ്, ഒരു മകൻ മരിച്ചുപോയ ഒരു ഉമ്മ അല്ലെ. എത്രയോ ആളുകൾ പെട്ടെന്ന് ഒരു ദിവസം മക്കൾ മരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ മരിച്ചു പോകുമ്പോ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്, ആരാണ് അള്ളാഹ് അല്ലേ ആ സ്ത്രീക്ക് ആ കുഞ്ഞിനെ കൊടുത്തത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് സമയം നാം പരീക്ഷിക്കപ്പെടാം. അള്ളാഹ് തന്ന അനുഗ്രഹങ്ങൾ അള്ളാഹ് തിരിച്ചങ്ങ് എടുക്കാം. അത്തരത്തിലാണ് ജീവിതത്തെ നമ്മൾ കാണുന്നത്. അപ്പൊ അത് അള്ളാഹ് ഈ യോഗ്യതകളും കഴിവുകളും അനുഗ്രഹങ്ങളും ഒക്കെ കൊടുക്കുന്നത് ഈ പരീക്ഷിക്കാനുള്ള ഉപാധിയായിട്ടാണ്. അതായത് ഓരോന്ന് അള്ളാഹ് നോക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് കാഴ്ച തന്നിട്ടുണ്ടെങ്കിൽ അടുത്ത വേറെ ടെസ്റ്റ് ഞാൻ പറയുന്നത് കേട്ടോ. അനുഗ്രഹങ്ങളായ കാഴ്ച തന്നിട്ടുണ്ടെങ്കിൽ ഈ കാഴ്ച വെച്ചിട്ട് അവൾ എന്തൊക്കെ ചെയ്തു, പരീക്ഷണാണ് ഈ കാഴ്ച. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധി കൊടുത്തിട്ടുണ്ട് ഒരാൾക്ക്, അല്ലെങ്കിൽ ഭയങ്കര മെമ്മറി പവർ കൊടുത്തിട്ടുണ്ട്. ഈ ഈ ഈ ഒരു അനുഗ്രഹം കൊണ്ട് ഇവൾ എന്തൊക്കെ ചെയ്തു, ഇതാണ് അള്ളാന്റെ പരീക്ഷണം എന്ന് പറയുന്നത്. എന്തൊക്കെ അവൾ ചെയ്തു ഈ ലോകത്ത് അള്ളാഹ് ജീവിതം കൊടുത്തപ്പോൾ 50 വയസ്സ് 60 വയസ്സാണെങ്കിൽ അത്ര വരെ അവൾ എന്ത് ചെയ്തു എന്നതാണ് അവൾക്കുള്ള പരീക്ഷണം. അപ്പൊ അതുകൊണ്ട് നാം അവനെ വേറെ സ്ഥലത്ത് ഖുർആനിൽ അള്ളാഹ് പറയുന്നത് വെച്ചാൽ നാം മനുഷ്യനെ മിശ്രിത ശുക്ലത്തിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുള്ളത് അവനെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് നാം അവനെ കാഴ്ചയും കേൾവിയും ഉള്ളവനാക്കി ആക്കിയിരിക്കുന്നു. നാം അവനെ മാർഗദർശനം ചെയ്തിട്ടുണ്ട്. ഒന്നുകിൽ അവന് സൃഷ്ടാവിനോട് നന്ദിയുള്ളവനാകാം, അല്ലെങ്കിൽ നന്ദി കെട്ടവനാകാം.
അതായത് അള്ളാഹ് ഇതൊക്കെ തന്നിട്ട്, അതായത് കാഴ്ചയും കേൾവിയും നടക്കാനുള്ള കഴിവും ചിന്തിക്കാനുള്ള കഴിവും നമുക്ക് വേണ്ട സ്ഥലത്തൊക്കെ എത്താനുള്ള കഴിവും, മനസ്സിലായില്ലേ, അതിനുള്ള വണ്ടി സാഹചര്യം, അതിനുള്ള അന്തരീക്ഷം, നല്ല എല്ലാ സെറ്റപ്പും തന്നിട്ട്, എന്നിട്ട് രണ്ടാമതായിട്ട് പറയുകയും ചെയ്തു, നോക്ക് ഇതൊക്കെയാണ് സത്യം കേട്ടോ, ഇതൊക്കെയാണ് സന്മാർഗം, ഇതൊക്കെയാണ് അധർമ്മം, ധർമ്മം ഇതൊക്കെയാണ്. ഇനി നീ എന്താ ചെയ്യുന്നത് ഞാൻ നോക്കട്ടെ. നീ തന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് എനിക്ക് നന്ദി ചെയ്യുന്നോ അതോ നീ നന്ദി കെട്ടവനാകുന്നോ? നന്ദി കെട്ടവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹ് തന്ന അനുഗ്രഹങ്ങളൊക്കെ മറന്നിട്ട് താന്തോന്നിയായിട്ട് ജീവിക്കുന്നതിനാണ് നന്ദി കെട്ടവൻ എന്ന് പറയാ. തന്റെ അനുഗ്രഹങ്ങൾ തന്റെ കഴിവുകൊണ്ട് കിട്ടിയതാണെന്നും തനിക്കിഷ്ടമുള്ള പോലെ ചെലവഴിക്കാമെന്നും വിചാരിക്കുന്ന ആ ചിന്ത ഉണ്ടല്ലോ, അതാണ് നന്ദികേട് എന്ന് പറയുന്നത്. മറ്റേത് ഇത് അള്ളാഹ് തന്നതാണ്, അള്ളാഹ്ക്ക് തന്നെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഞാൻ ചെലവഴിക്കും എന്നുള്ള ചിന്തയാണ് നന്ദിബോധം എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചതും അവന് ബഹുവിധ യോഗ്യതകൾ ഏകിയതും നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള വിവേചന മാർഗം നൽകിയതുമെല്ലാം ആ കഴിവുകളും യോഗ്യതകളും അവൻ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അവ ഉപയോഗിച്ച് അവൻ സ്വന്തം സൃഷ്ടാവിനെ കണ്ടെത്തുകയും അവനോട് കൂറു പുലർത്തുകയും ചെയ്യുമോ, അതെല്ലാം സൃഷ്ടാവിനെ നിഷേധിക്കാനും ധിക്കരിക്കാനുമാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നോക്കാൻ വേണ്ടിയാണ്. ഈ പരീക്ഷണം നേരിടുന്ന ഇതാണ് മനുഷ്യൻ നേരിടുന്ന പരീക്ഷണം. മനുഷ്യന്റെ സ്വാതന്ത്ര്യം, ആരോഗ്യം, സമ്പത്ത്, ബുദ്ധിശക്തി, പ്രതിഭ, മറ്റു തരത്തിലുള്ള നേട്ടങ്ങൾ, രോഗം, ദാരിദ്ര്യം, പാരതന്ത്ര്യങ്ങൾ എന്നുവേണ്ട മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഓരോ മണൽത്തരിയും അവനോടുള്ള ചോദ്യങ്ങളാണ്. അതിനെ അവൻ എങ്ങനെ സമീപിക്കുന്നുവെന്ന്. മനസ്സിലായില്ലേ? നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ജീവിതത്തെ കാണുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും നമുക്ക് ഒരിക്കലും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടില്ല. അല്ല തന്നെ അങ്ങ് ചൂസ് ചെയ്ത് തരികയാണ്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഏത് വീട്ടിൽ ജനിക്കണം, ആരുടെ മകളായി ജനിക്കണം, അല്ലെ, ആരുടെ പിതാവായി, ആരുടെ മാതാപിതാക്കൾ ആരൊക്കെ, അതായത് ആരുടെ സന്തതിയായി ജനിക്കണം, ഏത് വീട്ടിൽ, ഏത് തറവാട്ടിൽ, ഏത് നാട്ടിൽ, ഇതൊക്കെ അല്ല തന്നെ തീരുമാനിച്ച് നമ്മളെ ആക്കുകയാണ്. അപ്പൊ നോക്കി നോക്ക്, അപ്പൊ അതിലൊക്കെ ഓരോരുത്തർക്കും ഓരോ ചോദ്യങ്ങൾ ഉണ്ടാവും. ഇന്ന കുടുംബത്തിൽ ജനിച്ച നിനക്ക്, ഇത്രയത്രം സുഖ സൗകര്യങ്ങളുള്ള വീട്ടിൽ ജനിച്ച നിനക്ക്, ഇത്രയധികം അറിവും എഡ്യൂക്കേറ്റഡും ആയ ഒരു ഫാമിലിയിൽ ജനിച്ച നിനക്ക് എന്തുകൊണ്ട് നീ ഇത് ചെയ്തില്ല? അതായത് അള്ളാഹ് അത്രയും സെറ്റപ്പിലാക്കി തന്നിട്ട് ഇന്ന വഴികളൊക്കെ അവർക്ക് ചെയ്യാമായിരുന്നു. ധർമ്മമാർഗങ്ങൾ ഒരുപാട് ഓപ്പൺ ആയിരുന്നു. പക്ഷെ അതൊന്നും എന്തുകൊണ്ട് ചെയ്തില്ല? അതുകൊണ്ട് നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ ഒരിക്കലും നമ്മൾക്ക് ജീവിച്ച് സുഖിക്കാനുള്ളതാണെന്നുള്ള തെറ്റിദ്ധാരണ മാറ്റാണ് വേണ്ടത്. മനസ്സിലായില്ലേ? അതൊക്കെ പരീക്ഷണങ്ങളാണ്. ഈ പരീക്ഷണമാണ് മനുഷ്യജീവിതത്തിന്റെ മനുഷ്യ ജീവിതത്തെ ലക്ഷ്യപൂർണവും അർത്ഥവത്തുമാക്കുന്നത്. ഓരോന്നിനോടും പ്രകൃതിപരമായ ഒരു സമീപനമുണ്ട്. മനുഷ്യൻ ലഭിച്ചിട്ടുള്ള കഴിവുകളിലൂടെയും യോഗ്യതകളിലൂടെയും മാർഗദർശനത്തിൽ അതവന് മനസ്സിലാക്കാൻ കഴിയും. അക്കാര്യത്തിൽ അതായത് അക്കാര്യത്തിൽ അവനെ സഹായിക്കുന്നതിന് വേണ്ടി അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിക്കുകയും വേദങ്ങൾ ഇറക്കുകയും ചെയ്തിരിക്കുന്നു. ജീവിതത്തിന്റെ ഓരോ ചുവടുവെപ്പുകളും പ്രകൃതിയുടെ താളത്തിനും താല്പര്യത്തിനും അനുസരിച്ചാകുമ്പോൾ അവൻ തന്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു. സമീപനങ്ങൾ വിവേകത്തിന്റെയും ദിവ്യ സന്ദേശങ്ങളുടെയും താല്പര്യങ്ങളെ ധിക്കരിച്ചുകൊണ്ട് ദേഹേച്ഛകൾക്ക് മാത്രം വഴങ്ങിക്കൊണ്ടാകുമ്പോൾ അവൻ പ്രകൃതി വിരുദ്ധമായ പാതയിലൂടെയാണ് പ്രയാണം ചെയ്യുന്നത്. അത് അവനെ ലക്ഷ്യത്തിന് വിപരീതമായ ദിശയിലൂടെ പരാജയ ഗർത്തത്തിൽ എത്തിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു പരീക്ഷണം മനുഷ്യന്റെ മേൽ ഉണ്ടാക്കിയത്? ഖുർആൻ അത് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: നശിക്കുന്നവൻ ന്യായത്തോടെ നശിക്കാൻ, ജീവിക്കുന്നവൻ ന്യായത്തോടെ ജീവിക്കാൻ. മനസ്സിലായില്ലേ? സൂറത്തുൽ അംഫാലിൽ പറയുന്ന ആയത്താണത്. അതായത് മനുഷ്യ സൃഷ്ടിയും അവന്റെ വിജയപരാജയങ്ങൾ കേവലം യാദൃശ്ചികവും നിരർത്ഥകവും ആവാതിരിക്കാൻ. അതായത് അവന്റെ ജീവിതം എന്ന് പറയുന്ന അർത്ഥവത്തായതാണ്. മനുഷ്യൻ എന്നൊരു വർഗത്തെ സൃഷ്ടിച്ച് കുറെ കാലം ഭൂമിയിൽ വെറുതെ ജീവിപ്പിച്ച് ഒരു ലക്ഷ്യമില്ലാതെ നശിപ്പിക്കുക എന്നതല്ല അള്ളാന്റെ. എന്നിട്ട് സ്വർഗത്തുക്കും നരകത്തുക്കും ഇഷ്ടമുള്ള പോലെ അങ്ങോട്ടാക്കുക, ഇഷ്ടമുള്ള പോലെ ഇങ്ങോട്ടാക്കുക എന്നതല്ല അള്ളാന്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. മരണാനന്തരം ലഭിക്കുന്ന സ്വർഗവും നരകവും സ്വന്തം കർമ്മങ്ങളുടെ ഫലമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടണം. ഭൗതിക ജീവിതത്തിൽ സത്യവും ധർമ്മവും പുൽകുകയും അവയുടെ താല്പര്യങ്ങളെ അനുസരിക്കുകയും ചെയ്തവർക്കാണ് അള്ളാഹു സ്വർഗീയ ജീവിതം പ്രദാനം ചെയ്യുന്നത്. അസത്യവും ധർമ്മവും ആചരിച്ചവർക്ക് നിത്യനരകവും നൽകുന്നു. നരകാവകാശികളെയും സ്വർഗാവകാശികളെയും വേർതിരിക്കുന്നതിനാണ് ഈ മാനദണ്ഡമായി ഈ പരീക്ഷണം എന്ന് പറയുന്നത്. ഏതവസ്ഥയിലും സത്യവും ധർമ്മവും അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുമെന്ന പ്രതിജ്ഞയാണ് ഈമാൻ എന്ന് പറയപ്പെടുന്നത്. അതിന്റെ സാധുതയും സ്വീകാര്യതയും പരീക്ഷണത്തെ നേരിടുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അള്ളാഹു ചോദിക്കുന്നു, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഘോഷിച്ചുകൊണ്ട് പരീക്ഷണ വിധേയരാക്കാതെ വെറുതെ വിട്ടയക്കുമെന്ന് ആളുകൾ വിചാരിക്കുന്നുണ്ട്. അങ്കബൂത്തിലെ ആയത്താണ്, 2-ാമത്തെ ആയത്ത്. അതായത് ഈ ജീവിതത്തില് അള്ളാഹ് ഒരു പരീക്ഷണം, അതായത് ഒരാള് വെറുതെ വായ കൊണ്ട് ഞാൻ മുസ്ലിം ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സുഖമായി ജീവിച്ചിട്ട്, മുസ്ലിമായ ഐഡന്റിറ്റി ഉണ്ട് എന്നാൽ സുഖസുന്ദരമായ ജീവിതവും ജീവിച്ചിട്ട്
പരലോകത്ത് സ്വർഗത്തിലേക്കും പോവാന്ന് പറയുന്നത് അത് യുക്തിക്ക് നിരക്കുന്നതല്ല. അതൊരിക്കലും എന്താ പറയാ ഒരു നീതിയല്ല. അപ്പൊ അങ്ങനെ വിശ്വസിച്ചു എന്ന് നിങ്ങൾ നാവ് കൊണ്ട് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും ജീവിതം കൊണ്ട് അത് സാക്ഷ്യപ്പെടുത്തണം നമ്മളൊരു സത്യവിശ്വാസിയാണോ എന്നുള്ളത്. ശരിക്കും ഈമാൻ എന്ന് പറയുന്നത് എന്താ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ഏതവസ്ഥയിലും എത്ര പ്രയാസം ഉണ്ടാകുമ്പോഴും പട്ടിണി ഉണ്ടാകുമ്പോഴും മറ്റുള്ളവരുടെ ചീത്ത വാക്കുകൾ കേൾക്കുമ്പോഴും എല്ലാവരാളും കുറ്റപ്പെടുത്തുമ്പോഴും എന്താവണം? സത്യവും ധർമ്മവും അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുമെന്ന പ്രതിജ്ഞയാണ് ഈമാൻ. അത് എല്ലാവർക്കും കിട്ടൂല കേട്ടോ. അത് ഭയങ്കര പ്രയാസമാണ്. ഇപ്പൊ സ്വന്തം നീതി എന്ന് പറയുന്നത് സ്വന്തം മകൾക്കെതിരെ പോലും പിന്നെ നീതി നിർണയിക്കുമ്പോൾ ആളുകള് സ്വന്തം മകളെ പ്രതിയാക്കുമ്പോൾ പോലും നീതിയാണെങ്കിൽ സ്വന്തം കുടുംബത്തിനെതിരെ അല്ലെങ്കിൽ മകനെതിരെ നിൽക്കാൻ പറ്റുന്ന ഈമാൻ. അതായത് സത്യത്തിന്റെ കൂടെ മാത്രം തന്റെ കുടുംബമായിക്കോട്ടെ തന്റെ ആരായിക്കോട്ടെ ഞാൻ സത്യത്തിന്റെ കൂടെ നിൽക്കാൻ പറ്റുക, അതാണ് ഈമാൻ എന്ന് പറയുന്നത്. അതൊക്കെ വലിയ പ്രയാസമുള്ള കാര്യമാണ്. അല്ലാഹ് നമുക്ക് അതിനുള്ള തൗഫീക്ക് തരട്ടെ. ആ ഏത് അവസ്ഥയിലും ഉറച്ചു നിൽക്കുകയാണ് ആ സത്യത്തിന്റെ കൂടെ എന്ന് പറയുന്നത് വളരെ ദൃഢമായ ഈമാനാണ്. അപ്പൊ ഒരു ഹദീസിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ഏറ്റവും കഠിനമായി പരീക്ഷിക്കപ്പെടുക പ്രവാചകന്മാരാകുന്നു, പിന്നെ അവരോടടുത്തവർ, പിന്നെ അതിനോടടുത്തവർ. ആലോചിച്ച് നോക്കൂ, ഒരാൾക്ക് പരീക്ഷണം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവര് പ്രവാചകന്മാരോട് അടുത്തവരായിട്ടുള്ളത്. ഏറ്റവും പരീക്ഷണം പ്രവാചകന്മാർക്കാണ് അള്ളാഹ് ചൂസ് ചെയ്തിരിക്കുന്നത്. പരീക്ഷണത്തിന്റെ അങ്ങേ അറ്റം പ്രവാചകന്മാർക്കാ കൊടുക്കുക. പിന്നത്തെ പരീക്ഷണത്തിന്റെ കാഠിന്യം അതിനോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ, പിന്നെ അതിനോട് അടുപ്പത്തിനനുസരിച്ചാണ് പരീക്ഷണത്തിന്റെ കാഠിന്യം കൂടുന്നത്. സത്യവിശ്വാസവും ദൈവഭക്തിയും പരീക്ഷണങ്ങളിൽ നിന്ന് മോചിതനാകാനുള്ള ഉപാധി അല്ല എന്നാണ് പഠിപ്പിക്കുക. ചില ആളുകൾ പറയുന്നത് കേൾക്കാം, ഞാൻ എന്താ ഇപ്പൊ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണോ അങ്ങനെ വന്നത്, ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പരീക്ഷണം എനിക്ക് വരില്ലായിരുന്നു. ഇതുപോലെ കുറെ ആയിരുന്നു എങ്കിലുകൾ കൊണ്ട് ഇങ്ങനെ പറയുന്ന കേൾക്കാം. അല്ലെ? ശരിക്കും അങ്ങനെയാണെങ്കിൽ താൻ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു അവസ്ഥ വരില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും പ്രവാചകന്മാരൊന്നും പരീക്ഷിക്കപ്പെടരുതായിരുന്നല്ലോ. അവരടുത്ത് നമ്മൾ നമ്മളെ കഴിഞ്ഞ കാല തെറ്റുകൾ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് ഞാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും ഇത്, അങ്ങനെ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതെന്താ വെച്ചാല് ഒരു പക്ഷേ നമ്മളുടെ ചെയ്തികളെ നമുക്ക് വിചാരണ ചെയ്യാം. സ്വയം വിചാരണ, നമ്മൾക്ക് പറ്റിയ അബദ്ധങ്ങളൊക്കെ മുഹാസബ നല്ലതാണ്. സ്വന്തത്തെ വിചാരണ ചെയ്ത് ജീവിതം ശുദ്ധമാക്കും. പക്ഷെ അതുകൊണ്ടാണ് ഇത് വന്നത്, ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ ഞാനെന്നല്ല വേറൊരാളെ പറ്റി നമ്മൾ പറയും, അവൾ അങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ വന്നു, അവൾ പണ്ട് അങ്ങനത്തെ ജീവിതം ജയിച്ചത് കൊണ്ട് അവൾ അല്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ശുദ്ധമായ ജീവിതം നയിക്കുന്ന വ്യക്തികൾ ഈ ലോകത്ത് പ്രവാചകന്മാരാണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണം വന്നത്. അപ്പൊ അതെങ്ങനെ ശരിയാകും? അതൊരിക്കലും ശരിയാവില്ല അങ്ങനത്തെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ഏറ്റവും പരീക്ഷിക്കപ്പെടുന്ന അള്ളാന്റെ ഒരു തീരുമാനമാണ്. ആരാ അതിനെ അള്ളാഹ് ചൂസ് ചെയ്യുന്നുള്ള അള്ളാഹ് തീരുമാനിക്കും. അപ്പൊ മറ്റൊരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് എന്താണ്? ഏറ്റവും ശിഷ്ടമായ ആളുകൾ ഏറെ കഠിന പരീക്ഷണം, ദുഃഖം മാത്രം. മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു, വല്ല പീഡയോ ക്ലേശമോ രോഗമോ വ്യതയോ എന്ന് വേണ്ട ഒരു വ്യസനം പോലും അനുഭവിക്കുന്ന ഒരു വിശ്വാസിയുമില്ല അതുവഴി അയാളുടെ തിന്മകൾ മായ്ക്കപ്പെട്ടിട്ടല്ലാതെ. അതായത് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓരോ പ്രയാസത്തിലും ഓരോ നിമിഷത്തിലും നമ്മളെ ഹൃദയത്തിലെ വേദനക്ക് അള്ളാഹ് ഒരു പാപം അങ്ങ് മായ്ച്ചു കളയാണ്. അപ്പൊ അത് ആലോചിക്കുമ്പോൾ നമുക്ക് എന്തോരം സന്തോഷിക്കാം നമ്മുടെ വേദനകൾക്ക്. നമ്മുടെ വേദന എന്ന് പറയുന്നത് ഒരിക്കലും ശാരീരിക വേദന മാത്രമല്ല കേട്ടോ. മാനസിക വേദനയാണ് ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. നമുക്ക് ശരീരത്തിൽ ഏൽക്കുന്ന മുറിവുകൾ വേഗം മാറും, പക്ഷെ മാനസികമായിട്ടുള്ള വേദന മാറാൻ വലിയ പ്രയാസമാണ്. അപ്പൊ ഓരോ മാനസിക വേദനക്കും നല്ലൊരു പാപം പൊറുക്കപ്പെടുക എന്ന് പറയുന്നത്, അത് നോക്കി നോക്കൂ നിങ്ങൾ, പരലോകത്ത് എത്തിക്കഴിഞ്ഞാല് ഒരു തെറ്റിന്റെ ശിക്ഷ എന്ന് പറയുന്നത് എത്ര കഠിനായിരിക്കും എന്നറിയോ? ഏറ്റവും കുറഞ്ഞ ശിക്ഷ തീയിന്റെ ചെരുപ്പല്ലേ, തീ കൊണ്ടുള്ള ചെരുപ്പ് ഇടിക്കാൻ നൽകി കഴിഞ്ഞാല് അയാളുടെ തലച്ചോറ് അവിടുന്ന് തിളക്കുന്ന സൗണ്ട് അവരുടെ ചെവിയിൽ കേൾക്കുന്ന പറഞ്ഞ ആ തീക്കട്ടയുടെ ചെരുപ്പിന്റെ കാഠിന്യം കൊണ്ട്, അതിന്റെ ചൂട് കൊണ്ട് തലയിലെ ബ്രെയിൻ തിളക്കുന്ന ആ സൗണ്ട് സ്വന്തം ചെവിയിൽ കേൾക്കുന്ന അവസ്ഥയാണ്. ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ഈ പറഞ്ഞത്, ഏറ്റവും ലോവസ്റ്റ്. അപ്പോ ഈ ലോകത്ത് നിന്ന് തന്നെ അള്ളാഹ് നമ്മുടെ ഒരു തെറ്റ് മായ്ച്ചു കളഞ്ഞ് തരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് ഭയങ്കര വലിയ കാര്യം തന്നെയാണ്. അപ്പൊ ഓരോ പരീക്ഷണത്തിലും ഓരോ നിമിഷം ഓരോ പ്രയാസത്തിലും അങ്ങനെ ചെയ്തു തരിക എന്ന് പറയുന്നത് എത്ര അനുഗ്രഹമാണ് അള്ളാന്റെ. ദുഃഖം മാത്രമല്ല പരീക്ഷണം, സുഖവും പരീക്ഷണമാണ്. പല ആളുകൾക്കും ഇത് മനസ്സിലാവാറില്ല. എന്തെന്നറിയോ? താൻ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട് നല്ല പൈസ ഉണ്ട്, നല്ല സെറ്റപ്പ് ഉണ്ട്, നല്ല വീടുണ്ട്, കുറെ മക്കളുണ്ട്, മക്കൾക്ക് നല്ല ജോലിയുണ്ട്, താൻ നല്ല സന്തോഷം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, ഇഷ്ടം പോലെ ഭക്ഷണം,
ഇത് പരീക്ഷണം അല്ല എന്നാണ് പല ആളുകളും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇതും വലിയൊരു പരീക്ഷണമാണ്. ഇത് അള്ളാഹ് നിങ്ങൾക്ക് തരുന്നത് പരീക്ഷണമായിട്ടാണ്. എങ്ങനെ ചെലവഴിക്കുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ എന്ന് നോക്കാൻ. ചിലപ്പോൾ രണ്ടും, അതായത് ഇത് ചില ആളുകൾക്ക് ഇത് മാത്രമായിരിക്കും ട്ടോ, സുഖം മാത്രമായിരിക്കും. ചില ആളുകൾക്ക് ഇത് രണ്ടും ഇടകലർത്തി അള്ളാഹു പരീക്ഷിക്കും. ക്ലേശം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട രണ്ട് പ്രവാചകന്മാരാണ് നൂഹ് നബിയും അയ്യൂബ് നബിയും അല്ലെ. നൂഹ് നബിയൊക്കെ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടൊന്നും ആരും വന്നിട്ടില്ല. അയ്യൂബ് നബി ഒരുപാട് കഷ്ടപ്പാട് കൊണ്ട് രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കും. അങ്ങനെ അതാണ് രണ്ട് പ്രവാചകന്മാർ. ക്ലേശം മാത്രം. അനുഗ്രഹങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട പ്രവാചകന്മാരാണ് ദാവൂദ് നബിയും സുലൈമാൻ നബിയും. വലിയ അല്ലെ രാജാക്കന്മാരായിരുന്നു. സുലൈമാൻ നബിക്ക് അനുഗ്രഹങ്ങൾ ഒരുപാടായിരുന്നു. പിന്നെ രണ്ടും കൂടി, അതായത് മൂസ അലൈഹി ഇസ്ലാമും നമ്മുടെ മുഹമ്മദ് നബി എന്ന് പറയുന്നത് അനുഗ്രഹങ്ങളും ക്ലേശങ്ങളും കൊണ്ട് രണ്ടും കൊണ്ട് പരീക്ഷിക്കപ്പെട്ട പ്രവാചകന്മാരാണ്. അപ്പൊ ഈ സൂക്തങ്ങൾ, ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ സൂക്തം ഉണ്ടല്ലോ, ഇപ്പൊ ഇന്നെടുത്ത ഈ സൂക്തം, ആ ആയത്തില് ഈ ഹൗഫും പ്രയാസങ്ങളുടെ പരീക്ഷണം മാത്രമാണ് പറഞ്ഞത് കേട്ടോ. സുഖങ്ങളുടെ പരീക്ഷണം ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല ഈ ആയത്തില്. ഹൗഫ് പ്രയാസാണ്, ഭയം. വിശപ്പ് പ്രയാസാണ്. ധനനഷ്ടവും ആൾനഷ്ടവും സമറാത്തൊക്കെ പ്രയാസങ്ങളുടെ പരീക്ഷണമാണ് ഈ ആയത്തിൽ പരാമർശിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോ ഈ ഒരു പരീക്ഷണത്തിലൂടെ നമ്മള് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അള്ളാഹു നമ്മളെ കൈവെടിഞ്ഞിരിക്കുന്നുവെന്നോ നമ്മൾ വഴിതെറ്റിരിക്കുന്നെന്നോ നാം ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇത് അള്ളാഹുവിന്റെ അറിവോടുകൂടി തന്നെ ഉണ്ടാവുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. അള്ളാഹ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തരുന്നത്, എന്ത് പ്രയാസമാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും ഒക്കെ. അപ്പൊ ഇതില് ഈ രണ്ടായത്തുകളും അള്ളാഹു സത്യവിശ്വാസികൾക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു ഇത് തരികയാണ്. ഈ ഭയം, ഇതിൽ ഈ പരീക്ഷണത്തിൽ ഒന്നാമത്തെ ഇവിടെ ഭയം എന്ന് പറയുന്നത് ഈ ആരോഗ്യം, ധനം, കുടുംബം പോലെ നഷ്ടപ്പെടുന്ന ആശങ്കകൾ ഉണ്ടല്ലേ. നമുക്ക് മക്കൾക്ക് എന്തെങ്കിലും പറ്റുമോ, അല്ലെങ്കിൽ കുടുംബത്തിൽ ഇല്ലാതായി പോവോ, പൈസ ഇല്ലാതായി പോവോ, ഇങ്ങനെ പേടി. ആ പേടി ഒരു പരീക്ഷണം തന്നെയാണ് ശരിക്കും. ഇപ്പൊ രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം എന്താ വിചാരിക്കുക, അപ്പൊ മക്കൾക്ക് ഒരു പനിയായി, നല്ല പനി, നമ്മളെ മനസ്സിലേക്ക് ആദ്യം വരുന്ന മരിച്ചു പോവോ എന്നുള്ള അല്ലേ, മക്കൾ മരിച്ചു പോവോ, അതായത് നമുക്ക് നഷ്ടപ്പെടുവോ എന്നുള്ള പേടിയാണ്. അതൊരു തരം അതൊരു പരീക്ഷണം തന്നെയാണ് ശരിക്കും. അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞത് വിശപ്പ്. വിശപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഒന്നും കഴിക്കാനില്ലാത്ത ഒരവസ്ഥ അല്ലെ. കാർഷികോൽപ്പന്നങ്ങൾ ഇപ്പൊ ഈ പ്രവാചകന്റെ കാലത്തൊക്കെ നന്നായി വിശപ്പ് കൊണ്ട് അവർ പരീക്ഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, ഷീബ അബൂ ത്വാലിബ് 3 വർഷത്തോളം ഖുറൈശികള് പ്രവാചകന്റെ കുടുംബത്തെ പിന്നെ അബൂ ത്വാലിബിന്റെ കുടുംബത്തെ അങ്ങ് ആ ഷീബ് മല താഴ്വരയിലേക്ക് അയച്ച കഥ എനിക്കറിയാലല്ലേ. പരീക്ഷണം കൊണ്ട് പച്ചിലകളൊക്കെ തിന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതാണ് വിശപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും അന്നത്തെ കാലത്ത് മദീനയിലൊക്കെ എല്ലാ കാർഷികോൽപ്പന്നങ്ങളുടെ കുത്തക ജൂതന്മാർക്കായിരുന്നു. ഖുറൈശികളാണ് ബിസിനസിന്റെ ഏറ്റവും ഹയസ്റ്റ് നിന്നുണ്ടായിരുന്നത്. പക്ഷെ ഈ മുസ്ലിങ്ങളാണ് പലപ്പോഴും പട്ടിണിയും മുൾപട്ടിണിയും അരപ്പട്ടിണിയൊക്കെ ആയിട്ട് ജീവിച്ചിട്ടുണ്ടായിരുന്ന ഇവരായിരുന്നു. പിന്നുള്ളത് പിന്നെ അപ്പൊ ഇതാണ് ഈ 2-3 അവസ്ഥകൾ പറഞ്ഞത്, വിശപ്പും ഇതൊക്കെ. ഇനി അടുത്ത ആയത്ത് കുറച്ചുകൂടി അതും ഇതുപോലെ ഒരുപാട് വിശദീകരണമുള്ള ആയത്താണ്. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തും ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ളത്. അത് രണ്ട് നമുക്ക് സമയമായി, അത് 2 ക്ലാസ്സിൽ അത് എടുക്കുക. അടുത്ത ക്ലാസ്സിൽ ഈ 2 ആയത്തും കൂടി പറയാം. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തും ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പൊ ഈ മുസീബത്തുകൾ വരുമ്പോ അവര് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാ പറയാ. അപ്പൊ ആ ഒരു ആയത്തും കുറച്ച് പറയാം ഇൻഷാ അല്ലാഹ്. നമുക്ക് ഇതോടെ നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ആമീൻ ബിറഹ്മതിക.